ഹരി ഓം. എല്ലാ സാധകർക്കും മീറ്റ് മീ ചാനലിൻ്റെ വേറൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സത്സംഗം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് കുട്ടൻപേരൂരിലെ ശുഭാനന്ദ ആനന്ദാലയം ആശ്രമത്തിലാണ്. ശുഭാനന്ദ ഗുരുദേവൻ 1918 ആ കാലങ്ങളിലാണ് ആലപ്പുഴ ജില്ലയിലെ തന്നെ മാവേലിക്കരയിൽ ആത്മബോധ സംഘം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ഒരു ജാതി ഒരു ദൈവം മനുഷ്യന് എന്നുള്ളൊരു മഹത്തായ ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അതിനെ പിന്തുടർന്നാണ് ഇന്ന് 40-ലേറെ ആശ്രമങ്ങൾ ആ ആശയത്തെ പിന്തുടർന്നുകൊണ്ട് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു, ഭാരതത്തിനകത്തും പുറത്തും. ഈ ആശ്രമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എത്രത്തോളം മഹത്തരമാണ് എന്നുള്ളത് ശുഭാനന്ദ ആനന്ദാലയം ആശ്രമത്തിലെ മഠാധിപതി അമ്പോറ്റിജിയിൽ നിന്നും കൂടുതലായിട്ട് നമുക്കറിയാം. അദ്ദേഹത്തിന് മാത്രമേ ആ ആശയത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം. ഈ സ്ഥാപനം നിലനിന്ന് പോരുന്നതിനാണ് നമ്മുടെ പ്രസ്ഥാനങ്ങളിലെല്ലാം ഒന്നാകണം. അതിന് ജാതിയും മതമൊന്നുമില്ല. ഈശ്വര വിശ്വാസികളുള്ളവർക്കെല്ലാം ഇതിനകത്ത് ഉൾക്കൊണ്ട് മുൻപോട്ട് പോകാം. അങ്ങനെ നമുക്ക് ഒത്തുപിടിച്ച് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെ ഈ പ്രസ്ഥാനം വർഷങ്ങളോളം ശുഭാനന്ദ ഗുരുദേവനാൽ സ്ഥാപിതമാക്കിയിട്ടുള്ളതാണ്. 144 ആത്മബോധ സംഘം എന്നും പറഞ്ഞ് സംഘം സ്ഥാപിതമാക്കിയിട്ടുള്ളതാണ്. അതിനിപ്പം അനവധി ബ്രാഞ്ചുകളുണ്ട്. അപ്പം സ്ഥാപനം ഓരോ ഭാഗങ്ങളുമായിട്ട് ഓരോരോ രീതികളായിട്ട് നടത്തിപ്പോരുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജന്മഭൂമിയാകുന്ന അദ്ദേഹം ജനിച്ച സ്ഥലമാണ് കുട്ടൻപേരെന്ന് പറയുന്ന സ്ഥലം. ഈ ആനന്ദാലയ ആശ്രമം എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടെ സ്ഥിതി ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈശ്വര സേവയ്ക്ക് ഇറങ്ങി ചെറുപ്പത്തിലെ പോയി തപം ചെയ്ത് നേടിയെടുത്തത് കൊണ്ടുവന്ന സ്ഥാപിതമാണ് ആത്മബോധോദയ സംഘം. ശ്രീനാരായണ ഗുരുസ്വാമിയും ശുഭാനന്ദ ഗുരുദേവനും, ഈ ശുഭാനന്ദ ഗുരുദേവൻ തന്നെ നാമധേയം കൊടുത്തത് തന്നെ ശ്രീനാരായണ ഗുരുസ്വാമിയാണ്. അങ്ങനെ ഒരു ബന്ധം അവർ തങ്ങളുണ്ട്. തപം ചെയ്ത് അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ശിഷ്യത്വം സ്വീകരിക്കാൻ ഒരാളുണ്ടായിരിക്കണം, ഒരു ഗുരു ഉണ്ടായിരിക്കും. അപ്പോൾ ആ അവസ്ഥയോടാണ് ശ്രീനാരായണ ഗുരുസ്വാമിയായിട്ട് സംബന്ധിച്ചത്. അദ്ദേഹം ഒരു ഗുരുസ്ഥാനം വാങ്ങി. അദ്ദേഹമാണ് നീ ശുഭാനന്ദമെന്ന് കാവ്യ കൊടുത്തിട്ട് പേരിട്ടത്.
അപ്പോൾ ശുഭമാനന്ദം കലിയുഗത്തിലെ അന്ത്യയുഗത്തിലെ കൽക്കിയായിട്ട് നീ അവതരിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം സംബോധന ചെയ്ത് നാമധേയം കൊടുത്തു. അപ്പം കലിയുഗത്തിനായിരിക്കുന്ന ഭഗവാനാണെന്നുള്ളത് തങ്ങൾ സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, സാധാരണ ഒരാളല്ലല്ലോ. അപ്പോൾ ചോദിച്ചു, ഞാൻ നിങ്ങൾക്കൊരു ഗുരുവാകാൻ യോഗ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞത്, ഞാൻ നടന്നു നോക്കിയതിൽ അങ്ങ് മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഇന്ന മാസം ഇത്രാം തീയതി കാവ് തരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സ്വീകരിച്ചത്. അദ്ദേഹം തപം ചെയ്ത് നേടിയെടുത്തതാണ്. അപ്പോൾ രണ്ടുപേരും തപം ചെയ്ത് നേടിയെടുത്തതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ആത്മബോധം മനുഷ്യനുണ്ടാകണം. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിലും ബോധമില്ലാതെ തിരിച്ചറിവുണ്ടാവുമോ? ഒരു മതം ഒരു ദൈവം. അതിനെ വ്യക്തമാക്കണമെങ്കിൽ ബോധം വന്നെങ്കിലല്ലേ തിരിച്ചറിവുണ്ടാകത്തുള്ളൂ. അപ്പോഴങ്ങനാണ് ആത്മബോധമെന്ന് നിലനിൽക്കാൻ കാരണം. അപ്പോൾ ഈ സ്ഥാപനം ശ്രീ തിരുനാൾ മഹാരാജാവ് വരുന്ന കാലത്ത് സ്ഥാപിതം വെച്ചു കൊടുക്കാൻ അനുവാദം കിട്ടിയതാണ്. അതാണ് എൻ്റെ മുദ്ര. കണ്ടോ, ശുഭാനാശ്രമം പഴയ ഗവൺമെൻറ് മുദ്രയല്ലേ, ആന നിൽക്കുന്നു, അമളം കണ്ടില്ലേ? ആ കാലത്ത് അനുവദിച്ച് കിട്ടിയത്. അപ്പോൾ എത്ര വർഷമായിരുന്നാലും. പക്ഷേ ഇന്ന് നമുക്കായി അദ്ദേഹത്തിൻ്റെ ചൈതന്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശവും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും ഇത് തന്നെയാണ്. കലിയുഗത്തിലൊരു ക്ഷേത്രം തീർന്നിട്ടില്ല. അതിന് മുമ്പുള്ള ക്ഷേത്രങ്ങളെ തീർന്നിട്ടുള്ളൂ. അപ്പോൾ കലിയുഗ ക്ഷേത്രം ഇവിടെ തീരണം, ഇവിടെ ഉണ്ടാകണം. അങ്ങനെ അദ്ദേഹം കൽപ്പിച്ചൊരു കൽപ്പന കിടക്കുകയാണ്. അപ്പോൾ കലിയുഗത്തിൽ തൻ്റെ നിയമം പുതിയ നാമവും പുതിയ നിയമവുമാണ്. അതാണ് എൻ്റെ മഹത്വമായത്. അതാണ് എൻ്റെ അടയാളം. കലിയുഗമാണെന്ന് ആരും അംഗീകരിക്കുന്നൊരു ഭാഗമാണ് പുതിയ നിയമവും പുതിയ നാമവും കൊണ്ടാണ് കലിയുഗത്തിൽ കൽക്കിയായി ശുഭാന്തൻ അവതരിച്ചത്. അതിന് യാതൊരു സംശയമില്ല. അദ്ദേഹം ശരീരം മാറുന്നതിന് മുമ്പ് പറഞ്ഞ, ഞാൻ മാറിയാലും മാറ്റമില്ലാത്ത വസ്തുവാണ്. എൻ്റെ ശരീരമാറ്റം എന്ന് പറയാൻ ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് പ്രവേശിക്കുന്ന പോലെയുള്ളെന്ന് പറഞ്ഞു. അതൊക്കെ അത്ര കറക്റ്റായ കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വേറെ 55 മുറിയിൽ കൂടിയിരിക്കുന്ന അദ്ദേഹത്തിൽ കൂടി പ്രത്യക്ഷമായി നിന്ന് പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ കൂടി ആ ചൈതന്യം നിലനിൽക്കുന്നു. അപ്പോൾ ശരിയല്ലേ, ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് മാറുന്ന പോലെയുള്ളെന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ, അല്ലയോ? അല്ലാതെ ഈ അഭിനയിച്ചൊരു രീതി ഇവിടെ ഇല്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഉടമസ്ഥൻ ഗുരുവല്ലേ. ഗുരു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, സൃഷ്ടിക്ക് മുമ്പുള്ള സൃഷ്ടാവാണ്. അപ്പം താൻ സൃഷ്ടിക്ക് മുമ്പുള്ള മുതലാണ് വിസ്തരിക്കുന്നത്. അതാണ് കലിയുഗത്തിലെ ഗ്രന്ഥമാക്കി മാറേണ്ടത്. ഗ്രന്ഥമെല്ലാം ഉണ്ടെങ്കിലും ഗ്രന്ഥകർത്താവ് ഇന്നും ഉണ്ട്. എവിടെ ഉണ്ട്? എൻ്റെ ഹൃദയത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ ഗ്രന്ഥം നിലയ്ക്കുന്നതല്ല. അത് ഞാൻ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ആദ്യം എന്തല്ലാത്ത മുമ്പ് പറഞ്ഞല്ലോ. ഇവിടുത്തെ നാമസങ്കീർത്തനമാണെങ്കിലും പ്രഭാഷണമാണെങ്കിലും എഴുതിയാലും തീരുന്നതല്ല. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളൊരു പാഠം പഠിച്ചിരുന്നു. ഒരു കടങ്കഥ പറയാറുണ്ട് പിള്ളേർ തങ്ങൾ. എന്താ, എൻ്റെ അമ്മ ഒരു പാന്നിരുന്നു, തീർത്തിട്ടും തീരുന്നില്ല എൻ്റെ ആകാശം എന്ന് പറയുന്ന ഒരു രീതിയുണ്ടല്ലോ. എന്ന് പറയുന്നത് പോലെ ശുഭാനന്ദൻ്റെ നാമസങ്കീർത്തനം എഴുതിയാലും തീരുന്നതല്ല. അത് പറഞ്ഞാലും തീരുന്നതല്ല. കാരണം പുരാണങ്ങളെല്ലാം നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, അതിനെല്ലാം മാനിക്കുന്നുണ്ട്, ഇന്നവരെ ആരാധിക്കുന്നുമുണ്ട്, ഇല്ലയോ? ആരും തള്ളിക്കളയുന്നില്ലല്ലോ. അതൊരു മാർഗമല്ലായിരുന്നു അത്. അതുകൊണ്ടല്ലേ ആ ശക്തിയിൽ നിലനിന്നുകൊണ്ട് അതിൽ നമ്മൾ വിശ്വസിച്ച് നിലനിന്ന് പോകുന്നത് കൊണ്ടും അല്ലേ ഇപ്പം ദൈവികമാകുന്ന നേരിട്ടുള്ള ശബ്ദം കേൾക്കാനുള്ള ഇടമൊരുക്കിയത്. അതിനെ തള്ളിക്കളിയുമായിരുന്നു ഇതാരറിയും. അപ്പം ഗ്രന്ഥങ്ങളും പുരാണങ്ങളും നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അതിനാർക്കും തള്ളിക്കളയാനോ നിഷേധിക്കാനോ സാധിക്കില്ല. അന്നത്തെ അറിവജ്ഞന്മാർ അന്നത്തെ അറിവിൽ കൂടി അത് എഴുതി നമ്മളെ വകുപ്പിച്ചു. അതായത് ഹരിശ്രീ അറിയുന്ന കുഞ്ഞുങ്ങൾക്ക് നിലത്തെഴുത്ത് അല്ലെങ്കിൽ ബി എഡുകാരനാകുന്ന എന്ന് പറയുന്നത് ഒരു ഭാഗമാണ്.
ക്രേതയിൽ തപസ്, ത്രേതയാഗം, ബാഹുല്യപൂജ, കലിയുഗ നാമസങ്കീർത്തനം. അങ്ങനെ 4 യുഗമല്ലേ. ഈ 4 യുഗത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും ആവശ്യം എന്ന് പറഞ്ഞാൽ ലോകരക്ഷാർത്ഥമായി ഇതിനെ വീണ്ടെടുത്ത് നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ സ്ഥാപനം നിലനിൽക്കേണ്ടതാണ്. ഒരു നിമിഷം പോലും അങ്ങനിക്കില്ലാതെ ജീവിതമില്ലല്ലോ ഭഗവാനേ. ഇരുളാം മനസ്സിൽ തെളിവായി വരണേ ഇനിയെന്നും എൻ ഗുരുദേവാ, ഇനിയെന്നും എൻ ഗുരുദേവാ. കലിയുഗ വരണേ ശ്രീ ശുഭാനന്ദ, അരികിൽ വരണേ ഭഗവാനേ. ഇതിൻ്റെ അടിസ്ഥാനമായ ഒഴുക്കെന്ന് പറയുന്നത് രോഗികളെ സൗഖ്യമാക്കുക, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുക, നമ്മൾ സഹായം ചെയ്ത് സഹായിക്കുക, പിന്നെ കിടക്കാടം ഇല്ലാത്തവർക്ക് കൊടുക്കുക, വിദ്യാഭ്യാസമുള്ള പഠിപ്പിച്ച് എത്രമാത്രം പഠിപ്പിക്കുക അത്രമാത്രം. നിർഗതി വിവാഹം കഴിച്ച് അയക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് അതിന് വേണ്ടി സഹായം ചെയ്ത് സമൂഹങ്ങൾ ഒത്തൊരുമിച്ച് കൂടെ നിന്നുകൊണ്ട് അവരെ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചാൽ വിവാഹം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ ഇരിക്കുന്ന ലക്ഷ്യങ്ങൾ. അതിന് ജാതി മതമൊന്നുമില്ല. എൻ്റെ മതത്തിൽ കൂടാത്തതുകൊണ്ട് ഞാൻ ചെയ്യയില്ല എന്ന് പറയുന്ന ഒരു സമ്പ്രദായം നമുക്കില്ല. ജാതി മത ഭേദം കൂടാതെ ഏവരെയും ഒന്നായി കണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനമാണിത്. ആത്മബോധം സ്ഥാപനമെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ, ആത്മബോധമില്ലെങ്കിൽ ഒന്നുമില്ലെന്ന് അല്ലേ. അപ്പം അക്ഷരജ്ഞാനം പഠിച്ചു കിടന്നാൽ ആത്മാവിൽ ജ്ഞാനം തെളിയത്തില്ല. എത്ര മഹാപണ്ഡിതനായെങ്കിലും വിദ്യാഭ്യാസം കൊണ്ട് ആത്മീയത്തെ കൈക്കലാക്കാൻ നോക്കണ്ട. ദൈവത്തെ കൈക്കലാക്കാൻ ആരും നോക്കുന്നില്ലല്ലോ. വിദ്യാഭ്യാസമുള്ളവരെല്ലാം ആഗ്രഹിക്കുന്നത് വലിയ ജോലിക്കാരനാകണം, വെളിയിൽ പോകണം, ഡോക്ടറാകണം, എഞ്ചിനീയറാകണം, അതല്ലേ? അതാണ് നമുക്ക് കാണുന്നല്ലേ. അപ്പോൾ പിന്നെ ആരായി ദൈവത്തെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്? നിഷ്കളങ്കരായ ഭഗവാനെ വിളിച്ചെങ്കിലും ഒരു രക്ഷ കിട്ടട്ടെ എന്ന് പറഞ്ഞു നടക്കുന്നതിൽ തീർത്ത് താണ അവസ്ഥയിൽ കിടക്കുന്നവരാണ്. അവർക്ക് വിദ്യാഭ്യാസവും ഇല്ല. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞിരിക്കുന്നത് അക്ഷരജ്ഞാനം പഠിച്ചു എന്നാൽ ആത്മാവിൽ ജ്ഞാനം തെളിയുന്നതല്ലെന്ന്. നമ്മൾ ഭൂമിയിൽ എത്രയോ ആത്മീയ പണ്ഡിതന്മാരെ കാണുന്നു. സ്വയംപായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? പഠിച്ച പുരാണമല്ലേ വിദ്യാഭ്യാസം കൊണ്ട് പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് ഗുരു പറയുന്നത് അനുഭവത്തിൽ കൂടിയാണ് പറയുന്നത്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം അങ്ങനെ ഇല്ലല്ലായിരുന്നു. അപ്പം അക്ഷരജ്ഞാനം പഠിച്ചാൽ ആത്മാവിൽ ജ്ഞാനം തെളിയുന്നതല്ല. ഭഗവാന്റെ കൃപ നമ്മിൽ വന്നു കഴിഞ്ഞാൽ ഏത് കാര്യം സാധിച്ചെടുക്കാൻ സാധിക്കും. അനവധി ആത്മാക്കൾ സന്താനങ്ങളിലൂടെ വന്ന് സങ്കടം പറയും. ചില രോഗപീഠകളാണെങ്കിലും മറ്റ് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളാണ്, ദുരിതങ്ങളാണ്, എല്ലാത്തിനും ഇവിടെ വന്ന ശാന്തി സമാധാനവും കൊടുത്ത് അവരെ നന്മയിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നീട് അവർ ധർമ്മസാധന ചെയ്യുന്നെങ്കിൽ ചെയ്തിട്ട് അത് നമുക്ക് പ്രശ്നമല്ല. തിരിച്ചുള്ള ആഗ്രഹം നമ്മളിലില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ ഗുരു അറിയിച്ച കാര്യങ്ങൾ നമ്മൾ ഗുരുവിന് പ്രവർത്തിക്കുമ്പോൾ ഗുരുവിൻ്റെ ശക്തി വളർത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. എൻ്റെ അനുഭവം ഇതാണ്. ഗുരുവിന് ഹിതമാകുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ ആ ശക്തി നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. അതിനെ ലംഘിച്ച് നമ്മൾ മായി പറഞ്ഞാൽ ഗുരു അവിടെ കാണത്തില്ല, ചുളയെ കാണത്തുള്ളൂ. അപ്പം അതിനൊന്നും കേലയേണ്ട കാര്യമുണ്ടോ? അപ്പം അജ്ഞാനത്തെ നീക്കിയെടുക്കുന്നത് ആത്മീയ ധർമ്മമാണ്. അതിനെ ആരും മാനിക്കുന്നതുമാണ്. അത് സംശയമില്ലല്ലോ. അങ്ങനൊരു പ്രസ്ഥാനമാണിത്. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ മഠാധിപതിയാണ്, പക്ഷേ അതിൻ്റേതായ ഒരു പവർ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ? താണനിലത്തെ നീരോട് അവിടെ ദൈവം തുണ ചെയ്യും. എൻ്റെ ഗുരു പഠിപ്പിച്ച പാഠമാണ്. നാം എത്ര വലിയവനായി എത്ര നമ്മൾ ദൈവത്വം ഉണ്ടെങ്കിലും ആരുടെ മുമ്പിൽ ഞാനൊരു വലിയവനാണെന്ന് കാണിക്കാൻ പാടില്ല. ആ പടി കൂടിയാണ് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതം. അഭിനയമില്ല. അങ്ങനെയുള്ള ആരും പഴിക്കാനും പോകരുത്. ഒരു ഗുരുസ്ഥാനം ആരെവിടെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ മാനിക്കുക. അവരെ
ഹരി എന്ന് പറഞ്ഞ ഗുരുവാണ്. ഹരി എന്നൊരക്ഷരം അറിയാത്തവരിലും ഗുരുനാരായണൻ സ്ഥിതി ചെയ്യുന്നു. ശരിയാണോ? അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏത് നാമത്തിൽ വിളിച്ചിരുന്നാലും നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കണം. വിളിച്ചത് തെറ്റല്ലല്ലോ. ഹരി എന്നൊരക്ഷരം അറിയാത്തവരെയും ഹരിനാരായണൻ അവൻ്റെ ഉള്ളിലുണ്ട്. ഓം ഹരി, ഓം ശുഭാനന്ദം, ശുഭം ആനന്ദം, അതിനപ്പുറം മറ്റൊന്നില്ലെന്ന് ചിലർ തന്നെ അമ്പൂറ്റി എന്ന് വിളിക്കാറുണ്ട്. ഇത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന പേരല്ല. ഭക്തജനങ്ങൾ ഓരോ രീതിയിലങ്ങ് വിളിക്കുന്നത്. സ്വാമി എന്ന് വിളിക്കുന്നവരുണ്ട്, അമ്പൂറ്റി എന്ന് വിളിക്കുന്നുണ്ട്, ഇത് പല രീതിയിലും പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു കാരണമുണ്ട്. ഹരി അമ്പൂറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ആര് വിളിച്ചിരുന്നാലും എന്താ കാര്യമെന്ന് ഞാൻ ചോദിക്കില്ല. അത് എൻ്റെ പേരങ്ങനല്ല, അങ്ങനെയാണ് വിളിക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അഹംഭാവങ്ങളൊന്നുമില്ല. നമുക്കറിയാമല്ലോ അൻപൂറ്റി എന്ന് പറഞ്ഞാൽ, അൻപെന്ന് പറഞ്ഞാൽ ദയ, അൻപ് ദയ, പോറ്റി പുലർത്തുന്ന അമ്പൂറ്റി. നമ്മുടെ ആ ശുഭാനന്ദ ഗുരുദേവൻ്റെ പാരമ്പര്യം ഇപ്പം അങ്ങ് പറഞ്ഞു. ആ ഗുരുദേവൻ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഗുരുദേവന്മാർക്കെല്ലാം അവരിലോട്ട് പ്രവേശിച്ചതാണ്. അതെ. അപ്പം അങ്ങയിലും ഇതുപോലെ സംഭവിച്ചതാണ്. ഒരു ദൈവം, അതെ, ഒരേ ഒരു ചൈതന്യ ശക്തിയാണ്. അതെ. രൂപനാമമില്ലാത്ത ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു. ഞാൻ പ്രകൃതിയെ സ്നേഹിക്കുന്നു, പ്രകൃതി എന്നെ സ്നേഹിക്കുന്നു. രൂപനാമമില്ലാത്ത ദൈവം എൻ്റെ ആനന്ദമാണ്. അതാണ് എൻ്റെ അവതാര പുരുഷൻ. സാക്ഷാൽ ഭഗവാൻ ദൈവത്തിൻ്റെ രൂപം എന്താ ആരും കാണിക്കാത്തത്? പരിച്ചൂരും ആരും വെക്കുന്നില്ല. അതിൻ്റെ കാരണം, അതിൻ്റെ കാരണം എന്താണ്? അതിലാർക്കും വരച്ച് വെക്കാനൊക്കത്തില്ല, ഈ ഫോട്ടോ എടുക്കാനും ഒക്കത്തില്ല, ക്യാമറയിലും പതിയുന്നതല്ല. അതാ രൂപനാമമില്ലാത്ത ഈശ്വരൻ എന്നെ വേലി കഴിച്ചു. എന്നിട്ട് ഞാൻ മണവാളൻ, നീ മണവാട്ടി. സഭയ്ക്കൂതാൻ മണവാളൻ, സഭ തൻ്റെ മണവാട്ടി. സഭയ്ക്ക് താൻ മണവാളൻ, സഭ എൻ്റെ തട്ടാളി. പലമുഖം പരിശുദ്ധ സ്ഥലം, പലമുഖം പരിശുദ്ധ സ്ഥലമായി കരുതണം. അവിടെ ജാതി കാണരുതെന്നാണ് പറയുന്നത്. അവിടെ പരിശുദ്ധതയാണ് വേണ്ടത്. അതാണ് ശുഭാനന്ദ ഗുരു എൻ്റെ കയ്യിലുള്ളത്. അദ്ദേഹത്തെ മഹത്വം അതാണ്. ഇന്ന് ലോകം മുഴുവനും മാനിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ അതാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം തന്നിലുള്ള വസ്തു എന്താണെന്നുള്ളത് മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തന്നെപ്പോലെ തൻ്റെ ശിഷ്യന്മാരെയാക്കി തീർക്കുക, അല്ലെങ്കിൽ ജനത്തെ തീർക്കുക എന്നുള്ളതാണ് ആത്മബോധത്തിൻ്റെ വ്യവസ്ഥ. അതാണ്. ഇപ്പം ആ ഒരു ആത്മബോധം ഉണ്ടല്ലോ, അത് നമ്മുടെ ഉള്ളിൽ ഈ അഹവും അഹങ്കാരവും എല്ലാം ഇരിക്കുമ്പം ആ ഒരു അനുഗ്രഹം കിട്ടുന്നില്ലല്ലോ. അത് എന്ത് ചെയ്യും നമ്മൾ? അട്ടഹങ്കാരത്തെ മറ്റേ അട്ടേശ്വരം വരുത്തി വെക്കണം. അട്ടഹങ്കാരം എട്ടാണ്, അതിനെ അകറ്റിയിട്ട് അട്ടേശ്വരത്തെ വരുത്തി വെക്കണം. അത് അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം, നാമസങ്കീർത്തനം കൊണ്ട് മാത്രമേ അഷ്ടഹങ്കാരന്മാർക്ക് കിട്ടത്തുള്ളൂ. അത് പഠിപ്പിക്കാം. ഒരു ഗുരുവിൽ ശിക്ഷപ്പെടാതെ കണ്ട് മാറത്തില്ല, മാറ്റാൻ പറ്റത്തില്ല. ഗുരു അറിവാണ്. അതാരിൽ വന്നിരുന്നാലും അതിനെ മാനിക്കണം, നിന്ദിക്കാനോ അവഹേളിക്കാനോ പാടില്ല. അട്ടേശ്വര്യം വരുത്തിയെങ്കിൽ മാത്രമേ മനുഷ്യന് ശാന്തി സമാധാനം. ഇന്ന് ശാന്തി സമാധാനം ഇല്ലാത്ത ലോകമാണ്. അധർമ്മം കൊണ്ട് കളിയാടുകയാണ്. കാലം കലിയുഗത്തിൽ കലിയെ വധിക്കാനാണ് കൽക്കിയുടെ അവതാരം. ക്രേത തപസ്, ത്രേത ജാഗം, ബാബുര പൂജ, ഈ കർമ്മങ്ങൾ കൊണ്ട് അന്ന് ചുടമാക്കി. അതിൻ്റെ കാലങ്ങൾ കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഈ കർമ്മങ്ങൾ, ക്രേതം ബാബുല കർമ്മങ്ങൾ ഈ കലിയുഗത്തിൽ ചെയ്താൽ ഫലിക്കത്തില്ല. ആർക്കും അത് ഗുണമായിട്ട് ഫലിക്കുന്നുമില്ല, ആർക്കും അത് ഗുണമായിട്ട് വരുന്നില്ല. അപ്പോൾ പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലിയുഗത്തിലെ കർമ്മം കൊടുക്കണം. ആ കലിയുഗത്തിൽ കർമ്മം കൊടുത്താൽ ക്രേതം ബാബുലുള്ള അന്ധകാരന്മാർക്ക് കിട്ടും. ഒരാൾ ശരീരം മാറും പറയും, അവൻ മരിച്ചുപോയി. കാരണം ദേഹമാണ് വെടിയുന്നത്.
അതായത് മറ്റുള്ള അവതാരപുരുഷന്മാരുമായിട്ടുള്ള വ്യത്യാസത്തെപ്പറ്റി ഇനി ഞാൻ പറയാം. ശുഭാനന്ദ ഗുരുദേവൻ മറ്റ് അവതാരത്തെ കഴിഞ്ഞ് വ്യത്യസ്തമായിട്ട് വന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആത്മാവ് എന്താണെന്നും ഈ പഞ്ചഭൂത ദേഹം എന്താണെന്നും ഇതിനെ സംസ്കാരം വിസ്തരിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു അവതാരമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവരെല്ലാം സംസ്കൃതമായിരുന്നെന്ന് വന്നവരെല്ലാം പറഞ്ഞത് ശരിയല്ലേ? അത് മലയാളത്തിൽ പാഠതിരുത്തി കേരളത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. പക്ഷേ ശുഭാനന്ദ ഗുരുദേവൻ മാത്രമേ ഉള്ളൂ മലയാള ഭാഷയിൽ അവതരിച്ചത്. അപ്പോൾ മലയാളികൾ എന്താ വിചാരിക്കേണ്ടത്? മലയാളികൾക്ക് വന്ന ദൈവമാണ് ശുഭാനന്ദൻ. കാരണം മലയാളിക്ക് വന്ന അദ്ദേഹം മറ്റുള്ളവരെല്ലാം ത്രേതയിലും വന്നവരെല്ലാം ശ്രീനാരായണ ഗുരുസ്വാമി വരെ സംസ്കൃതം സംസാരിച്ചിരുന്ന ശരിയല്ലേ? എന്തുകൊണ്ട് ശുഭാനന്ദനെ മലയാളികൾ അംഗീകരിക്കുന്നില്ല? മലയാള ഭാഷയായിട്ട് ഇന്നും സംസാരിക്കുന്നത് അദ്ദേഹം വന്നപ്പോൾ മലയാളികൾക്ക് വന്നതല്ലേ. തമിഴ്നാട്ടുകാരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പല സ്ഥലത്തും വരാറുണ്ടല്ലോ, നിങ്ങൾ അനവധി ദൈവങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഭഗവാന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുരുകനെ മാത്രം പ്രത്യേകിച്ച് ആരാധിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വന്നവരെല്ലാം സംസ്കൃതമാണ് സംസാരിച്ചത്, മുരുകൻ മാത്രമേ ഈ തമിഴ് സംസാരിച്ചുള്ളൂ. അപ്പോൾ ഞങ്ങൾ പൂർണ്ണമായിട്ടും തമിഴ്ക്ക് വന്നതാണ് മുരുകൻ. അതാണ് ഞങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ ആരാധിക്കുന്നത്. അവരങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കുന്നെങ്കിൽ ഈ കേരളത്തിൽ എന്തുകൊണ്ട് മലയാളികൾക്ക് മറ്റു 3 അവതാരങ്ങൾ വന്നിട്ടും മലയാളമൊന്നും പറഞ്ഞില്ല, സംസ്കൃതമല്ലേ പറഞ്ഞത്? ഈ ശുഭാനന്ദ ഗുരുദേവൻ മലയാളമായിട്ടാണ് വന്നത്. അത് മലയാളികളുടെ ദൈവമാണെന്ന് അംഗീകരിക്കാത്തതിൻ്റെ കാരണം എന്താ? ജാതി പിശാചല്ലയോ? ആ ജാതി കോട്ട തല്ലി തകർക്കാനാണ് ശുഭാനന്ദൻ വന്നത്, കൽക്കി വന്നിരിക്കുന്നത്. ഒന്നാലോചിച്ചോ, ശരിയാണോ വന്നത്? പക്ഷേ മറ്റുള്ള അവതാരത്തെക്കാരും വ്യത്യാസമായിട്ടെന്ന് പറയുന്നത് അങ്ങയുടെ ശരീരം എന്താണെന്നും അങ്ങയിലടങ്ങിയിരിക്കുന്ന ആത്മാവ് എന്താണെന്നും ജീവാത്മാവ് എന്താണെന്നും പരമാത്മാവ് എന്താണെന്നും ഈ നരലോകത്തിൽ എത്ര സൃഷ്ടികളുണ്ടായിട്ടുണ്ടെന്നും ഇതെങ്ങനെ ഉണ്ടായെന്നും ആദ്യ അവസ്ഥ എന്താണെന്നും വിസ്തരിച്ച് പറയുന്നത് ഗ്രന്ഥത്തിൽ കൂടിയല്ല അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കൂടിയാണ് പറയുന്നത്. അത് നമ്മൾ എഴുതിയെടുക്കുന്ന ഒരു അവസ്ഥയാണ്. അതാണ് ശുഭാനന്ദ ഗുരുവിൻ്റെ പ്രധാനമായ കാര്യം. മറ്റുള്ളവരെല്ലാം കടന്നു പോകാറുള്ള ചരിത്രങ്ങളും മുമ്പ് പറഞ്ഞില്ല, മുനിമാരൊക്കെ എഴുതി വെക്കുന്നതാണ്. ഇതങ്ങനെയൊന്നുമല്ല. മുനിയും ഈശ്വരനും ആർവജ്ഞന്മാരും ഭക്തരും എല്ലാം ഗുരു തന്നെയാണ്. കലിയുഗത്തിൽ ഒന്നായിട്ട് അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുവാണ്. അതാണ് ഗുരുവിൻ്റെ മഹത്വം. മറ്റുള്ള സ്വാമിജി, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചല്ലോ, പല ഗുരുക്കന്മാർ പല മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. പലരും ചിലപ്പോൾ പുസ്തകങ്ങളുടെ ആ ഒരു പഴയ ഗ്രന്ഥങ്ങളുടെ ആയിരിക്കാം പിന്തുടർന്ന് പോകുന്നത്. ഗ്രന്ഥങ്ങളെ പിന്തുടർന്നായിരിക്കാം ചിലപ്പം ഗുരുക്കന്മാർ ശിഷ്യരെ പഠിപ്പിക്കുന്നത്. അതെ. എന്നാൽ ശുഭാനന്ദ ഗുരുദേവൻ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അതെ. ആ ഒരു ഗ്രന്ഥത്തിൽ നിന്നല്ല, ആ ഒരു ഡയറക്റ്റായിട്ട് ഒരു കണക്ഷൻ അല്ലെങ്കിൽ ആ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഭാവത്തെയാണ് എല്ലാവരും പഠിപ്പിക്കാൻ ശ്രമിച്ചത്. ആ ഒരു വ്യത്യാസം എന്താണെന്ന് പിന്നെ ഗ്രന്ഥം വായിച്ച് ആരെങ്കിലും അവതാരപുരുഷന്മാരായിട്ടുണ്ടോ? പറ. അങ്ങ് പറഞ്ഞാൽ അതല്ലയോ? ഓരോ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി വായിക്കുന്നു. ആദ്യം വായിച്ച ആരെങ്കിലും അവതാരപുരുഷന്മാരായിട്ടുണ്ടോ? പിന്നെ അങ്ങ് ഒരു കാര്യം ഞാൻ പറയുന്നത്, 10ാം ക്ലാസ്സിൽ പഠിച്ചവനാണ്. ആ 10ാം ക്ലാസ്സിൽ തന്നെ പഠിച്ച് കിടന്നിരുന്ന പിന്നെയും അത് തന്നെ അതിൽ പഠിച്ച് കിടന്ന 11ിലോട്ട് കയറുമ്പോൾ എങ്ങനെ വെക്കുന്നു? വർഷങ്ങൾ പോവില്ലേ? അപ്പോൾ 10 കഴിഞ്ഞപ്പോൾ 11, 12 കയറണ്ടായോ? വേണ്ടായോ? അപ്പോൾ ക്രേതയിൽ വന്ന അവതാരം നമ്മെ തെളിയിച്ച് തന്ന വ്യവസ്ഥകൾ അത് നമ്മൾ പാലിച്ച് നമ്മുടെ പൂർവികാക്കന്മാരെ അംഗീകരിച്ച് കടന്നുപോയി. ക്രേതയിൽ വന്ന അവതാരപുരുഷന്മാർ വന്നപ്പോൾ അവരുടെ പിൻതലമുറകൾ നിലനിൽക്കുന്നു, അവർക്കായിട്ട് ജനിച്ചു. അദ്ദേഹത്തിൽ ഉള്ളതെല്ലാം പകർത്തി അത് നമ്മൾ ഗ്രന്ഥങ്ങളാക്കി മാറ്റി. അപ്പോൾ ത്രേതയിൽ വേറൊരു അവതാരം വന്നു. അല്ലാതെ ഗ്രന്ഥം പഠിച്ചവനല്ല അവതാരമായി പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു. ഗ്രന്ഥം തെളിയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവതാരപുരുഷന്മാർ നേരിൽ വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് എഴുതി സൂക്ഷിച്ച് വെക്കുന്നു. അത് പഠിച്ച് അത് 1ാം ക്ലാസ്സാണ്. ത്രേതയിൽ മറ്റൊരു അവതാരപുരുഷന്മാർ വന്നു. അദ്ദേഹം പറഞ്ഞ തെളിവുകൾ ഒന്ന് അത് ഗ്രന്ഥങ്ങളാക്കി. അപ്പോൾ 2ാം ക്ലാസ്സായി. ദ്വാപരയിൽ ഒരു അവതാരപുരുഷൻ വന്നു. അദ്ദേഹം പറഞ്ഞ തെളിവുകളെല്ലാം ഗ്രഹസ്ഥമായി. അപ്പോൾ 3ാം ക്ലാസ്സായി.
ഈ 3ാം ക്ലാസ് കഴിഞ്ഞാൽ 4ാം ക്ലാസ്സിലോട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ ഞാനിപ്പോൾ 4ലാണ് പഠിക്കുന്നത് പറയാൻ പറ്റത്തില്ല. അതിനൊരു അവതാരം വരാതെ പറയാൻ പറ്റുമോ? അവതാര പുരുഷന്മാർ തങ്ങളുള്ള വ്യത്യാസമായി പറയുന്നത്. അങ്ങനോട്ട് ചോദിച്ചല്ലോ, അതിന് വേണ്ടിയുള്ള മറുപടിയായി പറയുന്നത്. അപ്പോൾ 4ാം ക്ലാസ്സിൽ 4ാം ക്ലാസ് എന്ന് പറയുമ്പോൾ കലിയുഗമായി. ത്രേത വാപുര കലിയുഗം. കലിയുഗത്തിൽ ഈ ക്രേതയിലും ത്രേതയിലും വാപുരയിലും വന്ന അവതാര പുരുഷന്മാർ പറഞ്ഞു, നാം വീണ്ടും വരും, കലിയുഗത്തിൽ കൽക്കിയായി വരുമെന്ന് പറഞ്ഞു. ക്രേതായുഗത്തിൽ വന്നവരും പറഞ്ഞു ഞാൻ ത്രേതയിൽ വരുവാണ്, ത്രേതയിൽ വന്ന വാപുരയിൽ വരുമെന്ന് പറഞ്ഞു. വന്നില്ലയോ? വന്നുകൊണ്ടിരിക്കുകയില്ലയോ? അദ്ദേഹം പറയുന്നത് ഞാൻ 4ാം യുഗത്തിൽ വരും. അപ്പം 4 അവതാരം വന്നോ? യുഗം 4 അറിയുന്നുണ്ട്. വന്നവരെല്ലാം ഒരുവൻ 4 യുഗം 4 പറഞ്ഞ് ഒരവതാരമായി പറഞ്ഞാൽ അല്ല 4 അവതാരം ഭൂമി വന്ന് പറഞ്ഞില്ല, പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം യുഗങ്ങൾ ഇങ്ങനെ ഉണ്ടായി, ജനങ്ങളും ഉണ്ടായി, അതിന് മാറ്റങ്ങളും ഉണ്ടായി. ഉൽപ്പത്തി പുരുഷന് മാറ്റമില്ലെന്നർത്ഥം. ആ തലക്കെട്ടിലാണ് ശുഭാനന്ദഗുരുവൻ പിടിച്ചത്. അതാണ് മറ്റ് അവതാര പുരുഷന്മാർ വന്നതിലേക്കും അതീതമായി അദ്ദേഹത്തെ കാണാൻ കാരണം അദ്ദേഹം സവസിൽ 12 വർഷം തപം ചെയ്തു. ഇതെന്താ അതിൻ്റെ കാരണം? അദ്ദേഹം ഇരുപുറവും മനസ്സ് കളിക്കവനാണ്. മറ്റുള്ള അവതാര പുരുഷന്മാരെ ഒരു പുറവേ കേട്ടിട്ടുള്ളൂ. അതാണ് അവതാര പുരുഷന്മാരിൽ മറ്റുള്ള അവതാരമായിട്ടുള്ള വ്യത്യാസം എന്ന് വരാൻ കാരണം. അദ്ദേഹത്തിൻ്റെ തപം കൊണ്ട് ഇരുപുറം ആ ലോകവും ഈ ലോകവും അവസ്ഥ മനസ്സിലാക്കിയാണ് തപത്തിൽ നിന്നിരുന്നത്. അതുകൊണ്ടാണ് ഇരുപുറം ഈരേ ലോകമെന്ന് അദ്ദേഹം പറയാൻ കാരണം. ആരെങ്കിലും ഒരു ചോദ്യം ചെയ്താൽ പയറ് പോലെ മറുപടി പറയാം. അത് പുരാണത്തിലില്ല. ഒരു പുറവും കൊണ്ട് എല്ലാവരും വന്നുള്ളൂ. 2 പുറം വന്നാൽ പിന്നെ യുഗത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഉണ്ടോ? ക്രേതായുഗത്തിൽ 2 പുറവും വ്യക്തരിക്കാൻ വന്നതെങ്കിൽ പിന്നെ യുഗമില്ലല്ലോ. യുഗത്തിൻ്റെ നിലനിൽപ്പ് വേണ്ടായോ? ഈ സമൂഹത്തിൽ കൂടുതൽ പേരും ഈ നേരത്തെ പിന്തുടരാനാണ് ആഗ്രഹിക്കുന്നത്. പുതിയതായിട്ട് ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനെ ഒരിക്കലും ആരും ഉൾക്കൊള്ളില്ല, അംഗീകരിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ പൂർവിതാക്കന്മാരുടെ കാലം മുതലേ ഇത് പ്രവർത്തിച്ചുകൊണ്ട് അത് വിട്ടേച്ച് വേറെ ദൈവത്തെ തേടി പോകണമെന്ന്. ഇത്രയും പൂർവിതാക്കന്മാരുടെ കാലം മുതൽ ആരാധിച്ച് പോയതിൻ്റെ അവന് ഗുണമില്ല ഉണ്ടോ? അതവൻ ചിന്തിക്കുന്നില്ല. അതവൻ ചിന്തിക്കുന്നില്ല. ഒരു കാര്യമുണ്ടല്ലോ, കലിയുഗം എന്ന് പറഞ്ഞാൽ ക്രേതയിലും ബാബുരിയിലും വാരി വിതറിയ വിത്ത. ആ വിത്തിൻ്റെ ഫലം കലിയുഗത്തിലാണ് എടുക്കുന്നത്. ആ കലിയുഗത്തിലെടുക്കുന്ന വിത്തിൻ്റെ ആ വിത്ത് പൂർണ്ണമായിട്ട് തിരഞ്ഞെടുത്തിട്ട് അടുത്ത ജന്മത്തിന് അടുത്ത കൃഷിക്ക് വേണ്ടി അറിയിൽ സൂക്ഷിക്കുന്ന ഒരു കാലമാണ് കലിയുഗം. അപ്പോൾ എല്ലാം കൂടി അവഞ്ഞ് കടന്നുള്ള അതിനോടോട്ട് വരത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ജന്മാന്തരജ്ഞാന സുഹൃത്തുക്കൾക്ക് മാത്രം ഒക്കുന്ന സ്ഥലമാണിത്. നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് കഴിഞ്ഞ് അടുത്തയിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് വരാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ നിങ്ങളും നമ്മെപ്പറ്റിരിക്കുമ്പോൾ ഇവിടെ സ്വീകരിക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? പക്ഷേ അറിവെന്ന് പറയുന്നതാണല്ലോ ഗുരു. നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ അതിൽ അതീതമായി നിൽക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരെ കഴിഞ്ഞുണ്ടെന്ന് അവനെ ഗുരുവായിട്ട് നമ്മൾ അംഗീകരിക്കണം. ആ ആൾ നമ്മൾ അംഗീകരിച്ചേ ഒക്കത്തുള്ളൂ. അതിന് ജാതി മതങ്ങളൊന്നുമില്ല. അറിവിന് ജാതിയില്ലല്ലോ, ഉണ്ടോ? അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ഈ നമുക്കറിയാം, ഞാനിപ്പോൾ നാം ഇവിടെ സംസാരിച്ച കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു പുരാണത്തിലില്ല. നിങ്ങൾക്കാർക്കും ഈ ലോകത്തിലുള്ള മനുഷ്യർക്കാർക്കും ഇതിനെപ്പറ്റി ഉപയോഗിച്ച് അറിയത്തുമില്ല. ഇത് ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുമില്ല. ആത്മബോധം എന്ന് പറയുന്ന ആ ആശയത്തെ നമ്മളിപ്പം ഇത് ഇത്രയും പിന്തുടർന്ന് അതിനെ മനസ്സിൽ ഉറപ്പിച്ചാണല്ലോ കൂടുതൽ പേരും. അതെ. പക്ഷെ അപ്പം എങ്ങനെയാണ് ഒരു പുതിയൊരു തലമുറ, വളർന്നു വരുന്ന തലമുറയിലൊക്കെ നമുക്കിത് പഠിപ്പിക്കാൻ സാധിക്കും? എങ്ങനെയായിരിക്കും അത് സാധിക്കാൻ? നിഷ്പ്രയാസമേ ഉള്ളൂ അത് സാധിക്കാൻ. ഈശ്വരൻ മരിക്കുന്നില്ല, വേറെ ശരീരത്തിൽ പ്രയോജിക്കുകയില്ല. അപ്പോൾ
അപ്പോൾ പിന്നെ ഇത് തലമുറ പിന്നെ എങ്ങനെ പോകാനാ? ഇതെ കണ്ട് തേഞ്ഞുമാഞ്ഞു പോവോ? മരണവും മാറ്റമില്ലാത്ത ഈശ്വരനല്ലേ പ്രകൃതി പുരുഷനായ ഭഗവാൻ നിൽക്കുന്നത്. ഒരാൾ മരിച്ചു പോയതുകൊണ്ട് പിന്നെ ഉള്ളവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ അറിവ് പറഞ്ഞു കൊടുക്കാൻ ഇന്നത്തെ ആൾക്കാർക്ക് അറിയില്ല. അതിനാണ് അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം ഇത് തമ്മിലുണ്ടാകണം. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭു ശംഭു ശിവശംഭു. പാടിയിട്ടുണ്ടോ? പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും ശിവശംഭു. ഇവിടെ ഓരോരുത്തരോട് ഞാൻ ചോദിക്കാറുണ്ട്. പറയേ ഭഗവാനെ പറ്റി ആറുമുള ക്ഷേത്രം 6 പടിയുണ്ട്. 6 പടിയും കഴിഞ്ഞ് കുളിച്ച് കയറി കഴിഞ്ഞ് 7-ാം പടിക്ക് ഭഗവാൻ ഇരിക്കുന്ന മുറ്റത്തോട്ടാണ് കയറുന്നതെന്ന് പറഞ്ഞു. അതാകുമ്പോൾ ഒരു 6 പടിയെന്ന് പറഞ്ഞു. അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം, പിന്നെ നാമസങ്കീർത്തനം ഇല്ലയോ? അപ്പോൾ ഈ 6 പടി ഏതാ? അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം, പിന്നെ നാമസങ്കീർത്തനം. ശംഭു ശിവശംഭു പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവോ ശിവശംഭു. വല്ലാന്നുണ്ടോ? കുണ്ടലി വണ്ണത്തിൽ കൊണ്ടുവരുന്നതല്ല, പാടിനൊന്നും പോകണ്ട, അതിനെ നിഷേധിക്കുന്നതല്ല. അങ്ങനെങ്കിലും അവർക്കൊരു ആശ്വാസം കിട്ടട്ടെ. മാമക ഹൃദയമാ ദ്വാരകയിൽ നാഥ കരുണ ചൊരിഞ്ഞാലും ഭഗവാനെ കരുണ ചൊരിഞ്ഞാലും ഗുരുദേവ നിന്നോടെ കളിവിളയാട്ടം കാണണമെന്നൂടെ മനതാരിൽ ദേവാശുഭാനന്ദ ശ്രീ ഗുരുദേവ ഞങ്ങളെ കാത്തീണം. താരാസ്തുതിയിൽ ഭഗവാനെ ഹൃദയത്തിൽ കളിയാടി വന്നീടണേ. പരയിച്ച കൂടാതാർക്കും ഒന്നുമേ ചെയ്യരുതേ. പരയിച്ച ഒന്നും വാങ്ങിക്കാതെ, പരയിച്ച ആഗ്രഹിക്കാതെ എന്തും ചെയ്തു കൊടുക്കണം. പരയിച്ച കൂടാതാർക്കും എന്തുമേ ചെയ്തു കൊള്ളുക. നമുക്ക് ആ സന്നിധാനത്തിൽ ഇന്നുകൊണ്ട് കൊടുത്താൽ നമുക്ക് ഇന്നത് ഫലം കിട്ടും, അതുകൊണ്ട് കൊടുക്കാം എന്നുള്ള ചിന്ത വെച്ച് കൊടുത്താൽ ഫലമില്ല. അവനവൻ്റെ മനസ്സാണ് ചിന്തിക്കുന്നത്. ഒരു മനസ്സറിയാതെ ഒരുവനും ഒരു കാര്യവും ചെയ്യുന്നില്ല. ഏതൊരു പ്രവൃത്തി ചെയ്യുന്നെങ്കിലും അവൻ്റെ മനസ്സാണ് മുമ്പേ അറിഞ്ഞ് നിരൂപിക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ അവൻ ഏതിനും പ്രവർത്തിക്കാൻ ഇറങ്ങത്തുള്ളൂ. അത് ചെയ്തു വെച്ചിട്ട് പറയുന്നത് അയ്യോ ഞാൻ അറിയാതെ ചെയ്തു പോയത് വെച്ചു. ഒരു മനുഷ്യൻ്റെ മനസ്സറിയോ അവനൊന്നും ചെയ്യുന്നില്ല. അവൻ ചെയ്ത് കഴിഞ്ഞിട്ട് പറയൂ ഞാൻ അറിയാതെ അങ്ങ് ക്ഷമിച്ചേക്കണമെന്ന്. അതാരുടെ മുമ്പിലാണ് ക്ഷമ പറയുന്നത്? എല്ലാം അറിയുന്ന കണ്ണനോട് ആരാരും ഒന്നും പറഞ്ഞിടേണ്ട. എല്ലാം അറിയുന്ന കണ്ണനോട് ആരാരും ഒന്നും പറഞ്ഞിടേണ്ട. എല്ലാം അറിയുന്ന കണ്ണനാണ് പാവൻ ആരാരും ഒന്നും അറിയുന്നില്ല. അറിയുന്ന കണ്ണനാണ് പാവൻ ആരാരും ഒന്നും അറിയില്ല. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത കള്ളനെ പോലെ ചേരിച്ചിരിക്കുന്ന എല്ലാ രഹസ്യവും കണ്ടുപിടിക്കുന്ന കള്ളനിവൻ. ഇവ തന്നിലിരിക്കുന്ന എല്ലാ രഹസ്യവും കണ്ടുപിടിക്കുന്ന കണ്ണനിവൻ.
എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പുഞ്ചിരി തൂകി ഇരിക്കും ഭവാൻ. ശാന്തി സമ്പൂർണനാണെൻ്റെ ഗുരു, കൂടെ വാസിക്കണേ എല്ലാ നാളും. ഗുരു നാമായിട്ടൊന്നില്ല സർവ്വതുമങ്ങല്ലോ സർവേശ്വര എന്നെ കാത്തുകൊള്ളുക. നാമായിട്ടൊന്നില്ല സർവ്വതുമങ്ങല്ലോ വേദങ്ങൾ ശാസ്ത്രങ്ങൾ എല്ലാം പാടിച്ചിട്ടും അന്ധകാരം വിട്ടു പോകുന്നില്ല. എല്ലാം പാടിച്ചിട്ടും അന്ധകാരം വിട്ടു മാറും. സൽഗുണരായവർ നിത്യം ഭജിക്കുമ്പോൾ നിത്യാനന്ദ സുഖം പ്രാപിച്ചിടാം. സൽഗുണരായവർ നിത്യം ഭജിക്കുമ്പോൾ നിത്യാനന്ദ സുഖം പ്രാപിച്ചിടാം. നല്ലൊഴിയാത്ത മാനസത്തിൽ പവൻ ആരെന്നറിയുന്നില്ല ആത്മാലോകം. പവനാരെന്നറിയുന്നില്ല ലോകാതൽക്കർമ്മം ചെയ്യുമിൻ ശുദ്ധരായി തീരട്ടെ ഈശ്വര രൂപത്തെ പ്രാപിച്ചിടാം. സർവശക്തൻ ഭഗവാൻ നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാണ്. മനുഷ്യരെല്ലാം തന്നെ ഈ കലിയുഗത്തിൽ അവൻ ശാന്തിക്കും സമാധാനം സ്വസ്ഥതയ്ക്ക് വേണ്ടി ഇവിടെ ചെന്നാൽ ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ച് തേടി നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഈ കാലയളവിൽ യഥാർത്ഥം പറഞ്ഞ് മനസ്സിലാക്കി അവരിലുള്ള അന്ധകാരത്തെ പാടെ ഒഴിച്ച് ആത്മശാന്തി കൊടുത്ത് ആത്മസുഖത്തിൽ ലയിപ്പിച്ച് അവർ അനുഭവസാക്ഷി പറയിപ്പിക്കാൻ എന്നൊരു സ്ഥാപനം ഉണ്ടെങ്കിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അനുഭവസ്ഥരുടെ കോട്ടയാണ് ഇവിടെ. അത് കലിയുഗത്തിൽ ഭഗവാന്റെ ഭാഗത്തിൽ വന്നേ ഒക്കത്തുള്ളൂ. ഏതെല്ലാം വഴി നേടിയിരുന്നാലും കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ വന്നേ ഒക്കത്തുള്ളൂ. കാരണം ഭഗവാന്റെ ശബ്ദമല്ലേ. കലിയുഗത്തിൽ ആത്മശാന്തി, ഇവിടെ ആത്മമോക്ഷം ഉണ്ടാകണം. അവർ കൊടുക്കുന്ന അതിന് മോക്ഷം മന്ദിരം ഇവിടെ ഉണ്ടാകണം. കലിയുഗ ക്ഷേത്രം ഉണ്ടാകണം. മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടാകണം. അത് തൻ്റെ വ്യവസ്ഥകളാണ് ഇരിക്കുന്നത്. അപ്പോൾ ആത്മമോക്ഷം ഒരു ശരീരം വിട്ടു കഴിഞ്ഞാൽ ആ ശരീരം മാറിയെന്ന് വിചാരിച്ച് ആത്മാവെങ്ങും പോകുന്നില്ല. ആത്മാവ് പ്രകൃതിയിൽ ലയിച്ച് നിൽക്കുകയാണ്. ആത്മാവ് പ്രകൃതി നിൽക്കുകയോ അല്ല, വേറെങ്ങും പോകുന്നില്ല. ശുദ്ധാത്മാക്കളുണ്ടെങ്കിൽ പിന്നെ അതിനൊരു ജന്മം കൊടുക്കുക, വേറെ സ്ത്രീയിൽ അത് ജന്മം എടുത്തു കഴിഞ്ഞു. അതാണ് പുനർജന്മം എന്ന് പറയുന്നത്. അതിനാണ് പുനർജന്മം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ഒരുത്തൻ്റെ ശരീരം വിട്ടാൽ അത് മണ്ണിൽ നിന്ന് എടുത്തായത് അത് മണ്ണിലേക്ക് നിലയിപ്പിക്കണം. ആറ്റിലോട്ടിലെ കുളത്ത് കൊണ്ട് ഇടരുത്. മണ്ണിൽ നിന്നുണ്ടായത് മണ്ണിലേക്ക് തന്നെ ലയിപ്പിക്കണം. ഇന്നത് വിരുദ്ധമായിട്ടാണ് കാണിക്കുന്നത്. ഈ പുഴയിൽ അവിടെ ഇവിടെ കൊണ്ടുവന്നിടുക. പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ പുരാണങ്ങളിൽ പറഞ്ഞത് ഗംഗാ യമുന എന്നൊക്കെ പറഞ്ഞത് അല്ലേ. അവരവരുടെ കിണറ്റിലൊരു അശുദ്ധി കൊണ്ടിട്ട് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുമോ? അപ്പം ഈ ദേവിമാർക്കോ ദേവന്മാർക്കോ ഇഷ്ടപ്പെടുമോ? ഈ ഇതൊക്കെ കൊണ്ടുവന്ന് ഈ ചാരം ഇതൊക്കെ കൊണ്ട് അസ്ഥി കൊണ്ടിട്ടാൽ ഇഷ്ടപ്പെടുമോ? അങ്ങനെയല്ലേ അവിടെ വെള്ളം കയറി മുടിഞ്ഞ് നാശമായി പോയില്ലയോ? അല്ലയോ? എത്രയാണ് അവർ ക്ഷമിക്കുന്നത്? മണ്ണിൽ നിന്ന് മെനഞ്ഞെടുത്ത് മണ്ണിൽ തന്നെ ലയിക്കണം. ആത്മാവ് ബ്രഹ്മത്തിൽ ലയിക്കണം. മഞ്ചരീരം മണ്ണിലേക്കും ലയിക്കേണ്ടതാണ്. മണ്ണുകൊണ്ടല്ലേ നിർമ്മിച്ചിരിക്കുന്നത്, അല്ലയോ? ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആരാ? ഇതുപോലുള്ളതാണെങ്കിലല്ലേ പറഞ്ഞ് മനസ്സിലാക്കത്തുള്ളൂ. ഇത് പുരാണമായിട്ടുള്ള ബന്ധത്തിൽ പോവുക, ഇതൊന്ന് പറഞ്ഞ് കേട്ട് അത് മോശമല്ല, അത് ആളിനെ പിടിക്കുന്ന ആളാണ് അങ്ങനെ പറഞ്ഞ് അങ്ങ് ഒഴിയുമല്ലേ.
ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ശാന്തി സമാധാനം കിട്ടുന്നത്? നമുക്ക് ശാന്തി സമാധാനമാണ് ഇവിടെ ഗുരുവിൻ്റെ ആശീർവദിച്ചും അത് തന്നെയാണ്. ഇവിടെ കളങ്കമായ ഒരു കാര്യങ്ങളുമില്ല, ആരോടെയും കളവ് പറയത്തുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുമ്പേ ഒരു കാര്യം ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഗുരുവിനെ സത്യത്തിൽ വിട്ടു പോയാൽ ഗുരുവിനെ അവിടെ കാണത്തില്ല, ചുളയെ കാണത്തുള്ളെന്ന്. അതിന് വേല ചെയ്യരുതെന്ന് ഒരു കാര്യം പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? അപ്പോൾ സത്യത്തെ മുറുക്കെ പിടിച്ചോണം, വിട്ടുപോകരുത്. അതാണ് നമുക്ക് വേണ്ടത്. ഗുരുവിൻ്റെ ഉദ്ദേശ ലക്ഷ്യം ഇതാണ്, ലോകത്തിൻ്റെ നന്മയാണ്. ആരിലും ആത്മബോധം ഉണ്ടാകണം. ആത്മാവ് ഉണ്ടാകെങ്കിൽ മാത്രമേ തിരിച്ചറിവ് ഉണ്ടാകത്തുള്ളൂ. തിരിച്ചറിവിൽ കൂടി മാത്രമേ അവൻ നന്മയിലേക്ക് മാറുന്നുള്ളൂ. അപ്പോൾ അതിനൊരു ഗുരുസ്ഥാനം ഉണ്ടായിരിക്കണം. ഗുരു എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വന്നെങ്കിൽ മാത്രമേ അവൻ ആ വഴിയിലേക്ക് തിരിയുന്നുള്ളൂ. പുരാണം ആർക്കും ഗുരുവാകുന്നില്ല, ഗ്രന്ഥങ്ങൾ ആർക്കും ഗുരുവാകുന്നില്ല. ആകുന്നുണ്ടോ? ഇല്ല. ഒരു കളയിൽ രാശം പഠിപ്പിച്ച അവൻ്റെ ഗുരു അതല്ലേ? ആ പുസ്തകം വായിച്ചാൽ അതിനകത്ത് ഗുരുവാകുമോ? എന്ന് പറയുന്ന പോലെ ഏതൊരു ഗുരുസ്ഥാനമുണ്ട്. അതിന് പറ്റിയ ഉത്തമ ഒരു സ്ഥാനമാണിത്. ആത്മാവ് എന്താണെന്നും പരമാത്മാവ് എന്താണെന്നും ജീവാത്മാവ് എന്താണെന്നും ഇതിനെ വിസ്തരിച്ച് പറയുന്ന ഒരു കളവായത്. ഒരു പുരാണങ്ങളിലും ഇല്ലാത്ത കാര്യമായി പറയുന്നത് നേരിട്ട് ബോധ്യപ്പെടും. അപ്പോൾ നമ്മൾ അനാചാരത്തിൽ നിന്ന് വിട്ടുമാറും. അപ്പോൾ ഭഗവാനെ ഇത് നേരത്തെ അറിയുമായിരുന്നെങ്കിൽ ഈ വഴിക്ക് പോന്നാൽ മതിയായിരുന്നല്ലോ, നമ്മളിപ്പോൾ നല്ല സന്തോഷത്തിൽ ജീവിക്കാമായിരുന്നല്ലോ എന്നാണ് വിചാരിക്കുന്നത്. ഈ വഴി മനുഷ്യനെന്ന് പറയുമ്പം നമ്മുടെ പൂർവിതാക്കന്മാരെ ഇതൊക്കെ ചെയ്താണ് ജഗരിച്ച, അത് മതി ഞങ്ങൾക്ക് ഇന്നും എന്ന് പറഞ്ഞ് മാറി ജന്മാന്തരമില്ല. ജന്മാന്തരം ഇല്ലാത്തവർക്ക് സൗഹൃദമില്ലല്ലോ. ഉണ്ടോ? ഇല്ല. അത് ആ വഴിയെ പോകരുത്. നന്മയിലെത്തി ജീവിക്കാൻ നാം നല്ലവരായി ജീവിക്കാനുള്ള ശ്രമമാണ് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ളത്. പകർന്നു കൊടുക്കുക. ഒരു സ്ഥാപനത്തിൻ്റെ തായ്വേരെന്ന് പറഞ്ഞാൽ ശിഷ്യപരമ്പരകളാണ്. അതിനെ മുൻപോട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ. അതിന് ആരുടെ മുഖത്ത് സാർത്ഥമോ ഉണ്ടായോ ഒരു കാലത്തും അവരൊരു മനസ്സ് ശരിയാകത്തില്ല. അവർ കളങ്കം വിട്ട് മാറത്തില്ല. അതാണ് വരുന്ന കുഴപ്പം മുഴുവനും. ഈ മായ പിശാശ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്, ആരിലും ഒരു മായ എടുക്കുന്നില്ല. മായ എന്ന് പറയുന്ന വസ്തു എന്താണെന്നറിയാവോ? പറ. മാന്ത്രികന്മാർക്ക് പൈസ കൊടുക്കണ്ട. മാന്ത്രികന്മാർക്ക് ആർക്കും പൈസ കൊടുക്കരുത്. മായ എന്ന് പറയുന്നത് ആരാ? ഒരു മനുഷ്യൻ തന്നെയാണ് നന്മയും തിന്മയും ഇരിക്കുന്നത്. അല്ല അയൽക്കാരെ മന്ത്രവാദം പൊടിയും മണ്ണും കൊണ്ട് ഇട്ടുകൊണ്ട് ആരും ദേഹത്തോട്ട് കയറുന്നില്ല. നാലാം വേദക്കാരനെ പച്ചവെള്ളം കുപ്പിക്കകത്ത് കോർക്കിടച്ച് കൊണ്ട് നിൻ്റെ 4 മൂലയും കൊണ്ടിട്ടോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റുവേദനക്കാരന് മരുന്ന് വാങ്ങിച്ച് കോർക്കിട്ട് മേശപ്പുറത്ത് നോക്കിയിരുന്നാൽ വയറ്റുവേദന പോവുമോ? അത് ഉള്ളിച്ചല്ലാതെ പോവുമോ? ഇല്ല, കോർക്കിട്ടടിച്ച് കഴിഞ്ഞാൽ അതിന് ഇറങ്ങി ആരുടെ ദോഷം തീർക്കുമെന്നായി പറയുന്നത്. അപ്പോൾ ആ വഴിയിലൊന്നും പോകണ്ട. ഇവിടെ മതി. ഇവിടുത്തെ സത്യമായ വചനം കേട്ടാൽ മതി. ആരിലും ഒരു മായ എടുക്കത്തില്ല. മായ നമ്മിൽ തന്നെ ഇരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തിയാണ് മായ. പ്രവൃത്തിയാണ് മായ. നമ്മിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തി മായയായി പിശാചായി മാറുകയാണ്. അത് ആത്മബോധം നമ്മളുണ്ടെങ്കിൽ തിരിച്ചറിയും. ഞാൻ ആ പ്രവൃത്തിക്ക് പോകരുതില്ല, പോകുന്നത് ശരിയല്ല, പോയാൽ നമുക്കത് ഗുണമാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ കുറവാണ് ഈ വരുന്ന കാര്യങ്ങൾ മുഴുവനും. അവനവനിൽ നിന്നുണ്ടാക്കുന്നതാണ് ഈ മായ എന്ന് പറയുന്നത്. ഈ ദുരിതം ദുഃഖമല്ല. അല്ല, ഭഗവാൻ ആര് ദുഃഖം കൊണ്ട് വലപ്പിച്ചിട്ടില്ല, ദുഃഖത്തെ ജനിപ്പിച്ചില്ല. ഈശ്വരൻ ദുഃഖം കൊണ്ട് ആരെയും ജനിപ്പിച്ചിട്ടില്ല, ദുഃഖം കൊണ്ട് ആരെയും വലിപ്പിച്ചിട്ടുമില്ല. പിന്നെ ദൈവത്തെ വിളിച്ച് നീ എന്നെ ഇങ്ങോട്ട് വിട്ടതുകൊണ്ടാണ് ഞാൻ ഈ അനുഭവിക്കുന്നത് പറയുന്നത് വല്ല കാര്യമുണ്ടോ അതിനകത്ത്? ഉണ്ടോ? ഒരു കാര്യവുമില്ല. നന്മയിൽ നമ്മെ വളരുവാൻ നാം തന്നെ ശ്രമിക്കണം. ഗുരുവിൻ്റെ വചനം കേട്ട് അതുവഴി ജീവിച്ചാൽ നല്ല കാര്യങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള യാതൊരു സംശയങ്ങളുമില്ല. ആരുടെ ആത്മാവ് ഇല്ലാതെ പോകുന്നില്ല. അപ്പം ഇപ്പോഴും ഞാൻ പൂർത്തീകരിച്ചില്ല പറഞ്ഞു. അത് പ്രകൃതിയിൽ ലയിച്ച് നിൽക്കുക. ഈ കലിയുഗത്തിലാണ് ഈ ആത്മാവ്, പ്രകൃതിയിലിരിക്കുന്ന ആത്മാവ് തൻ്റെ വിളിപ്പുറത്ത് വന്ന ശബ്ദത്തിൽ സ്ഫുടം ചെയ്ത് തന്നിലേക്ക് ലയിപ്പിക്കുന്നത്. അല്ല, അന്യമായിട്ട് പോകുന്നില്ല ആത്മാവ് അന്യമായിട്ട് പോകുന്നില്ല. അതിന് മറ്റൊരു കർമ്മവും ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഈശ്വരകർമ്മം താൻ തന്നെ തരുന്നതാണ് ഈ ജ്ഞാനം. അജ്ഞാനത്തെ മാറ്റിയെടുക്കുന്ന ജ്ഞാനം കൊണ്ടല്ല മറ്റൊരു മാർഗവുമില്ല. കലിയുഗത്തിൽ നാമസങ്കീർത്തനം കൊണ്ട് മാത്രമേ അന്ധകാരം ദുരിതം മാറ്റാനുള്ള മാർഗമുള്ളൂ. അല്ല, വേറൊരു മാർഗവുമില്ല. അത് നീ നിത്യം നിഷ്കളങ്കമായി ഭരിച്ചാൽ മതി.
ഒരു മായി എടുക്കത്തില്ല, ഒരു ശത്രുദോഷം ഉണ്ടാകത്തില്ല, മനസ്സിന് ശാന്തിയും സമാധാനമായിട്ട് ജീവിക്കും. അപ്പം നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം അതന്നല്ല, ഈശ്വര രൂപം എന്തെന്ന് ചിന്തിക്കുന്നവരാണ്. നമ്മളിലേക്ക് ആ ഉപ്രവേശനം വരുമ്പോൾ അറിയാം, ഈ കണ്ട ലോകത്ത് എന്തെല്ലാം ആഡംബരം കണ്ടാലും ഇത് ഏഴായാലും തടുക്കത്തില്ല. ആ ശോഭ ഏഴായാലും എടുക്കത്തില്ല. അത്ര ഉൾപ്രവേശനമാണ് ഭഗവാൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണനെ കണി കണ്ടുണർന്നു പോയാൽ മറ്റൊരു ചിന്ത മനസ്സിലില്ല. കണ്ണനെ കണ്ടു ഉണർന്നു പോയാൽ മറ്റൊരു ചിന്ത മനസ്സിലില്ല. ദൈവികമാകുന്ന ചിന്താതൻ്റെ അന്തരംഗത്തിൽ ഭാവിച്ചിടണം. ദൈവികമാകുന്ന ചിന്താതൻ്റെ അന്തരംഗത്തിൽ ഭാവിച്ചിടണം. സ്വർഗസുഖത്തിൽ ലയിച്ചാൽ അപ്പുറം മറ്റൊന്നു വേറെയില്ല. സ്വർഗസുഖത്തിൽ ലയിച്ചാൽ അപ്പുറം മറ്റൊരു ചിന്ത ഇല്ലാതെ. വാലോകം കണ്ടോ ദേവേനയെ കണ്ടോ എന്തിനു അമ്പരം നോടിയിടുന്നു. ദേവാലോകം കണ്ടോ ദേവേനെയും കണ്ടോ എന്തിനമ്പരം ഓടിയിടുന്നു. സ്വന്ത ഹൃദയത്തിൽ വാഴുന്ന ദൈവത്തെ തേടി നടന്നാലും കാണുകില്ല. സ്വന്ത ഹൃദയത്തിൽ വാഴുന്ന ദൈവത്തെ തേടി നടന്നാലും കാണുകില്ല. ദൈവമേ അങ്ങേ ഞാൻ ചിന്തിക്കും നേരത്തെൻ്റെ അന്തരംഗത്തിലെ വാഴ്ച കണ്ടാൽ. അങ്ങേ ഞാൻ ചിന്തിക്കും നേരത്ത് അന്തരംഗത്തിലെ വാഴ്ച കണ്ടാൽ. എങ്ങനെ നാദമറന്നിടും ഞാൻ അങ്ങേ മറക്കയില്ലെൻ്റെ നാദായ. മറന്നിടും ഞാൻ അങ്ങേ മറക്കയില്ലെൻ്റെ നാദാ. ഓരോരോ കാലത്തും നേരിടും ദുഃഖത്തെ തീർത്തു രക്ഷിക്കും ഗുരുവാരനെ. ഓരോ കാലത്തും നേരിടും ദുഃഖത്തെ ഈ ഒരു ശുഭാനന്ദ ഗുരുദേവൻ്റെ ഈ പാരമ്പര്യം ഇപ്പം 3 തലമുറയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അങ്ങയുടെ അമ്മയും ശുഭാനന്ദ ഗുരുദേവനുമായിട്ടുള്ള ആത്മീയ ബന്ധത്തിൽ കൂടിയാണ് അങ്ങയിലേക്കും ഈ ഒരു പാരമ്പര്യം വന്നത് എന്നാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ട്. എങ്ങനെയാണ്? അത് ശരിയാണ്, ആ കേൾവി കളങ്കമൊന്നുമില്ല. അതിനെപ്പറ്റി അല്പം സംസാരിക്കാം. നമ്മുടെ അറിവായ കാലം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് നമ്മുടെ പൂർവിതാക്കന്മാർ കൊർത്തിയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കല്ലുമേൽ സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ കാലത്ത് അമ്മയുടെ അമ്മ 4-5 കുട്ടികളെ പ്രസവിച്ചു. ആ കുട്ടികൾക്കെല്ലാം ആ കാലത്ത് എന്തെന്നായി ഏതാണ്ടൊരു പക്ഷിബാധ ഉപദ്രവം എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ മരിക്കുന്ന ഒരു സമ്പ്രദായം ആ കാലത്തുണ്ടായിരുന്നു. അന്ന് ഇതുപോലുള്ള ചികിത്സയും കാര്യമില്ലാത്ത കാലങ്ങളായിരുന്നു, പഴയ കാലങ്ങളല്ലേ. അങ്ങനെ ഇരുന്നപ്പോൾ അമ്മയെ പ്രസവിച്ചു. പിന്നെ ആ കുട്ടിയെ തള്ളയിൽ നിന്നൊരു കുട്ടി ഉണ്ടാകത്തില്ല. അപ്പോൾ അപ്പൂപ്പൻ്റെ കൂട്ടുകാരൻ അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ അന്വേഷിച്ചു, ഇനി ഒരു കുട്ടിയുണ്ട്, അതിനെ രക്ഷിക്കാൻ ആരെ സമീപിച്ചാൽ ഒരാളിനെ കിട്ടും, അവർക്ക് അഭയം പ്രാപിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ കല്ലുമേലെ ആ ഭാഗത്ത് ഒരു കുറ്റിക്കാട്ടിൽ ഒരു ജന്മിയുടെ പറമ്പില്ലേ ഒരു ഷെഡ് കെട്ടി ഒരു സ്വാമി അവിടെ നിന്ന് പ്രാർത്ഥന നടത്തുന്നുണ്ട്. അവിടെ പോയിരുന്നാൽ
ഈ സങ്കടം പറഞ്ഞ് നിങ്ങളുടെ കുട്ടിയെ രക്ഷിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം ഞാൻ വേഗം അങ്ങ് പറഞ്ഞു തീർക്കുക, ഒത്തിരി ചരിത്രപ്പുറത്തുണ്ട്. വിളിച്ചുകൊണ്ട് പോയി. ചെന്നപ്പോൾ സന്ധ്യ സമയമായി. അവിടെ ചെന്നപ്പോൾ അപ്പോൾ ഈ അമ്മയുടെ അച്ഛനൊരു പല്ലൊരു കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഭഗവാൻ അന്ന് വിളിക്കുന്നത്, ഗുരു വിളിക്കുന്നത് പീഡിയ മൂപ്പിൽ എന്നാണ് വിളിക്കുന്നത്, അന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ് വന്നെന്ന് ചോദിച്ചു. ഒരു സങ്കടം ആർപ്പിക്കാനാണ് വന്നെന്ന് പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചു. എൻ്റെ അമ്മ എൻ്റെ ഭാര്യ പ്രസവിച്ച് 4-5 കുട്ടികൾ മരിച്ചുപോയി. ഇനി ഇപ്പോൾ അതിൻ്റെ ഒരു ഇളയ കുഞ്ഞ് പ്രസവിച്ചിട്ടുണ്ട്. ഇനി ഭാര്യ ഇനിയും പ്രസവിക്കുകയില്ല. ആ കുട്ടിയെ രക്ഷപ്പെടുത്തി തരണം. ഏതോ അസുഖങ്ങൾ വന്നങ്ങ് മരിക്കുക, അത്രയേ ഉള്ളൂ. എന്നാൽ നിങ്ങളുടെ കുട്ടികളെ രക്ഷിക്കും. പക്ഷെ നമുക്ക് ശിക്ഷപ്പെടണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. ആ ശിക്ഷപ്പെട്ടു. അങ്ങനെ ആ നിയമത്തിൽ കൂടി ജീവിച്ചുകൊണ്ടിരിക്കുക. ആ വീട്ടിലെ അപ്പോൾ അന്ന് പറയുന്ന സ്വാമിയാണെന്നും പറഞ്ഞ് വീട്ടുകളിൽ കയറ്റാത്ത ഒരു തീണ്ടലുള്ള കാലമല്ലേ. അപ്പോൾ അമ്മയുടെ കുടുംബക്കാരവിടെ 50 വീട്ടുകാരുണ്ട് ശരിയല്ലേ ഒരു മതത്തെ. അപ്പം ഈ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അവരാരും അറിയാതാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ശിക്ഷപ്പെട്ട് ഈ കുട്ടിക്ക് രക്ഷിക്കുന്നുണ്ട്. ഒടുക്കം അങ്ങനെ കുറേ ആൾ കഴിഞ്ഞപ്പോൾ പൂജ്യം അറിഞ്ഞ് ഇന്നപോലെ ഒരു പറയുന്ന സ്വാമിയെ തീണ്ടി തൊട്ടേച്ച ഒരു വരുന്നതെന്നൊക്കെ പറഞ്ഞ് ആ കാലത്ത് സ്വന്തം കിണറ്റിൽ നിന്ന് വെള്ളം കോരിച്ചില്ല. അത്ര തീണ്ടുള്ള കാലമായിരുന്നു. എന്നാലും വേണ്ടി വഴിക്കിണറ്റിൽ നിന്ന് വാങ്ങിച്ച് വെള്ളം കോരി കുടിച്ചങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു 6-7 വയസ്സായപ്പം ഈ കുട്ടിക്ക് ഇതുപോലെ പഴയ അസുഖം പോലെ മറ്റുള്ളവർക്ക് വന്ന പോലെ കുട്ടി മരിക്കുന്നു. എൻ്റെ അമ്മ മരിക്കുക. ആ സമയത്ത് ചെന്ന് രാത്രിയില്ല, എന്താണെന്ന് ഈ വീട് എന്താ വന്നെന്ന് ചോദിച്ചു. കുഞ്ഞ് മരിച്ചു. എന്താ നാം കേൾക്കുന്നത്? കുട്ടി മരിച്ചു പോയെന്നോ? ഉടനെ നമുക്ക് അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. അവിടെ ചെന്ന് ശരിയാ, കുട്ടി മരിച്ച് കിടക്കുന്നു. തലക്കീഴ് വിളക്ക് വെച്ച് ബന്ധുക്കാരെല്ലാം അലമുറയും പ്രാർത്ഥന പറയുന്ന തൊട്ട് കഴിഞ്ഞിട്ട് കുഞ്ഞു പോയില്ലോ എന്ന് പറഞ്ഞു ആക്ഷേപിച്ചത്. അപ്പോഴങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ ശരിയാ, അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുട്ടിയെ മരിച്ച് കിടക്കുക. അപ്പോൾ പറഞ്ഞു ശരി, അവരെല്ലാം ഇങ്ങോട്ട് ഇറക്കിയിട്ട് അവിടെ ചാണകപ്പാൽ കുടഞ്ഞ് പനേര് കുടഞ്ഞിട്ട് ഒരു സൂചന വെട്ടി അവിടെ ഇടാൻ പറഞ്ഞു. ഇട്ട് കുട്ടി അവിടെ കെട്ടിച്ച് എല്ലാവരും ഇറങ്ങാൻ പറഞ്ഞു. കേട്ട് കയറിയിട്ട് കുട്ടിയെടുത്ത് ശിരസ ഇട്ടേച്ച് പറഞ്ഞു, ശക്തിയെ ഇതിൻ്റെ മാതാപിതാക്കന്മാരെ ഓർക്കാതെ നമ്മെ ഓർത്തറിഞ്ഞ് പുനർജീവൻ തരണമെന്ന് പറഞ്ഞു. 3ാമത്തെ പ്രാവശ്യം കുട്ടി ഞെട്ടി ഉണർന്നു. തള്ളയിലിട്ട് കൊടുക്കുകയായിരുന്നു. 51 വീട്ടുകാർ വന്ന് അവിടെ ശിക്ഷപ്പെടുക. സാധാരണ ഒരാളല്ലല്ലോ. അങ്ങനെ പറഞ്ഞ് ഇനിയും കാട്ടിൽ ഒളിച്ചു വന്ന് ഈശ്വര ശിക്ഷിക്കേണ്ട, ഞങ്ങളിവിടെ ആശ്രമം വെച്ച് തരാം, വീട്ടിൽ നിന്ന് പൈച്ചാൽ മതി. അതാണ് 1ാം നമ്പർ കല്ലുമേൽ ഈ കല്ലുമലയല്ല, നിങ്ങൾ മാവേലിക്കരയല്ല, കല്ലുമേൽ കുറച്ചായിട്ട് 1ാം ശാഖ സ്ഥാപനം എന്ന് പറയുന്നത് അമ്മയുടെ ആൾക്കാരുണ്ടായി കൊടുത്ത് ഇനിയും കൊടുത്തത്. അന്ന് മുതലാണ് പൂർണ്ണമായിട്ട് ഇതിൽ ബന്ധിച്ച് ജീവിക്കാൻ കാരണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് കൊറ്റാറുകാവിലെ ചെറുപോലൊക്കെ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കൊറ്റാറിലൊക്കെ പിന്നീടുണ്ടായതാണ്. അപ്പം ഈ കുട്ടിയെ സഹജത്തിൽ കൊണ്ടുവരണമെന്ന് പറയും. അപ്പോൾ പറഞ്ഞ് സമൂഹത്തെ എടുത്ത് വെച്ച് പറയും, ഈ കുട്ടി മരിച്ചതാണ്, മരിച്ച മാതാപിതാക്കന്മാരുമായുള്ള ബന്ധം വിട്ടു. ഇത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നതാണ്. മാതാപിതാക്കന്മാർക്ക് വന്ന് കണ്ടേച്ച് പോകാം. കുട്ടി 10 വയസ്സാകുമ്പോഴേ അത് കഴിയുമ്പം അതുവരെ നിങ്ങൾ 15 വയസ്സ് വരെ നിങ്ങൾ വളർത്തിക്കൂ. അത് കഴിഞ്ഞ് സ്ഥാപനത്തിലേക്ക് വിട്ടേക്കണമെന്ന് പറഞ്ഞു. വിട്ടേക്കാവുകയോ ജീവനെ കാട്ടാൻ മതിയെന്ന് പറഞ്ഞു. കുട്ടിക്ക് 10 വയസ്സ് ആയി കഴിഞ്ഞപ്പോൾ ചെന്ന് പറഞ്ഞു, ഭഗവാനെ, അന്ന് ഭഗവാനെ ഗുരുവിനെ വിളിക്കുന്നു, ഭഗവാനെ ഇതൊന്നേ ഉള്ളൂ, അത് സന്യാസിക്കാൻ പോയിരുന്നാൽ പിന്നെ അതിൻ്റെ തലമുറ ഉണ്ടാകുന്നില്ല, കുടുംബം അന്യം നീക്കുമല്ലോ എന്ന് പറഞ്ഞു. ശരി, അതുകൊണ്ട് അതിനെ വിവാഹം കഴിക്കാൻ അനുവദിക്കണം, നാം ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 വരെ 3ാമത്തെ പ്രാവശ്യം ചെന്ന് പറഞ്ഞു സാധത്തെ വിളിച്ചേച്ച് പറഞ്ഞു. അപ്പോൾ അന്ന് 7 വയസ്സുണ്ട്, വീണ്ടെടുത്തില്ല. ഒരു ദിവസം മടിയിലെടുത്ത് വെച്ചോണ്ട് പറഞ്ഞു, അതായത് പറയും, മോൾക്കൊരു പാട്ട് പാടാമെന്ന് ചോദിച്ചു. പാടാമെന്ന് പറ പോലെ എന്ന് പാടാമെന്ന്. എന്നൊന്ന് കേൾക്കട്ടെ, അപ്പോൾ ഭഗവാൻ ഒന്ന് കേൾക്കട്ടെ. ഞാൻ തടയിക്കൊണ്ട് ഇത് പകർച്ചയുള്ളതാണ്.
അപ്പോൾ 7-ാം വയസ്സു തന്നിലുള്ളിലൊരു ദൈവശക്തി ഹരീരിരാരിരൂരാരും കൃഷ്ണ എന്ന് പറയും. ആ കീർത്തനം എല്ലാവരും ഇപ്പോഴും ഉണ്ട്. 3-4 പേജിനകത്തുണ്ടത്. അമ്മയുടെ ചെറുപ്പത്തിൽ 7-ാം വയസ്സിൽ പഠിപ്പിച്ചതാണ്. ഈ ആത്മീയത്തിന് പകർച്ചയുള്ളതാണ്. ഇപ്പം അങ്ങേക്കൊണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എടുത്ത് പറയണമെന്ന് പറഞ്ഞാൽ സങ്കല്പിച്ചാൽ അത് ഞാൻ എൻ്റെ കയ്യിൽ തെറ്റ് ഉതപ്പ് വന്ന സ്വാമിയെ കൂടി അത് എടുത്തു വരും. അതാണ് ഇത് പകർച്ചയുള്ള രോഗമെന്ന് പറയുന്നത്. ആത്മീയം പകർച്ചയുള്ളതെന്ന് കാരണം അങ്ങനെ വീണ്ടെടുത്തു. അപ്പോൾ 3-ാമത്തെ പ്രാവശ്യം പറഞ്ഞ് ശരി സമൂഹത്ത് പറഞ്ഞ് ഈ കുട്ടിയെ ഞാൻ വീണ്ടെടുത്തതാണ് എൻ്റെ സ്ഥാപനത്തിന് വേണ്ടി. മാതാപിതാക്കന്മാർക്ക് ആവശ്യപ്പെടാൻ സാധ്യമല്ലാത്തത്. പക്ഷേ മാതാപിതാക്കന്മാർ നിരന്തരം വന്ന് പറയുന്നതിൻ്റെ വിവാഹം കഴിച്ചയക്കണമെന്ന്. അത് നാം ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. അത് നാം സമ്മതിക്കുന്നു. ഇതിനെ അന്യഭാഗത്തിലേക്ക് വിവാഹം കഴിച്ചയക്കുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു കുട്ടിയെ ഈ തള്ളയ്ക്ക് പകരം നാം അതിനെ സ്വീകരിക്കും, എന്നിലേക്ക് എൻ്റെ ആവശ്യത്തിലേക്ക് എടുക്കും. അങ്ങനെ ഒരു വ്യവസ്ഥ നിലനിർത്തി വെച്ച് ന്യായിക്കാൻ. അപ്പോൾ അമ്മ 5 പെണ്ണും 3 ആണിനെയും പ്രസവിച്ചു. ഞാൻ 2ാമനാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ 3-ാം തലമുറ, ഞാൻ 3-ാം തലമുറയാണെന്ന് പറയാൻ കാരണം ഇതാണ്. കാരണം അങ്ങനെയാണ് ഇവിടെ ഈ 1.25 ഏക്കർ സ്ഥലം ഭഗവാൻ ഈ കിടക്കുന്ന 7 ഏക്കർ സ്ഥലം അദ്ദേഹത്തിൻ്റെ വകയായിരുന്നു. ഇപ്പോൾ പലരും ഇത് നമുക്ക് അമ്മയ്ക്ക് കൊടുത്തതാണ്. കാരണം ഇതിനകത്ത് ആതിശാസ്ത്രം പണിയണം, കലിയുഗ ക്ഷേത്രം ഇതിനകത്ത് പണിയണം. അത് അന്യവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് വിവാദം ഉണ്ടാകും. കുഞ്ഞിൻ്റെ കയ്യിരുന്നാൽ കുഴപ്പമില്ലെന്നും പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് കൊടുത്തതാണ്. ശരിയല്ലയോ? ഇന്ന് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നമ്മൾ മാത്രമല്ലേ നടത്തുന്നുള്ളൂ. അപ്പം മുഞ്ചേരം മാറി. അപ്പോൾ ആനന്ദജൂരിൽ കൂടി വന്ന് പ്രത്യേകിച്ച് ചെറുവൽ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു ഞാൻ. അപ്പോൾ അദ്ദേഹം നേരന്മാർ എന്നിൽ ശക്തി വന്നു അല്ലേ. അപ്പോൾ അന്ന് പറഞ്ഞില്ലയോ ഈ തള്ളയ്ക്ക് വരെ ഞാൻ നമ്മുടെ ആവശ്യത്തേക്ക് ഒരു കുട്ടി എടുക്കുമെന്ന്. അപ്പോൾ ശബ്ദത്തിന് മാറ്റമില്ലെന്ന് പറയുന്നതിൻ്റെ കാരണം ശബ്ദത്തെ വിശ്വസിച്ചാൽ മതി, വേറെ അടയാളം തിരികെ കിട്ടുമെന്നും അന്വേഷിക്കേണ്ട കാര്യങ്ങളില്ല. അങ്ങനെയാണ് നിങ്ങൾ 3-ാം തലമുറയായിട്ട് ഈ സ്ഥാപനത്തിൽ നിലനിൽക്കാൻ കാരണം. ഇപ്പം അദ്ദേഹം ശരീരത്തിൽ നമുക്ക് കുടുംബം ഉണ്ടെങ്കിൽ അവിടെ താമസം. പക്ഷേ നമ്മളിവിടെ വർഷങ്ങളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഉദ്ദേശം എൻ്റെ എൻ്റെ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത ശരീരമാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അന്ന് എനിക്ക് 18 വയസ്സേ ഉള്ളൂ. എൻ്റെ ആവശ്യത്തിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ ശക്തി ഇന്ന് നിലനിൽക്കുന്നു. നമ്മൾ അതിനനുസരിച്ച് മുമ്പോട്ട് ജീവിക്കുന്നു, നടക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ഉണ്ടാക്കിയില്ലേ, ഒരു കൂട്ടിലല്ലായിരുന്നു ഇവിടെ, ആയിരുന്നല്ല. ഇപ്പോൾ അപ്പുറത്ത് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചില്ലയോ. ആതിശാസ്ത്രം ഇനി ഈ കലിയുഗ ക്ഷേത്രത്തിന് വേറെ സ്ഥലം ആർക്കും ഇല്ല, നമുക്കേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും സഹായ സഹകരണം ഉണ്ടായാൽ നമുക്ക് ഈ കലിയത്തിലൊരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇതുപോലെ ആത്മീയ അഭിമുഖമായി സംസാരിക്കുന്ന ഒരു ശക്തി ചെയ്തിന് ഇന്ന് ലോകത്തിൽ ഇറങ്ങില്ലെന്നുള്ളത് എഴുതി തരാം. ഞാൻ മാറിയാലും മാറ്റമില്ലാത്തവനാണെന്ന് പറഞ്ഞു. എൻ്റെ ശരീരമാറ്റം ഒരു ശരീരം ഒരു മുറിയിലേക്ക് അടുത്ത മുറിയിലേക്ക് മാറുന്ന പോലെയുള്ളതെന്ന് പറഞ്ഞു. ഒരു വസ്ത്രം മാറി കൊടുക്കുന്ന പോലെയുള്ളതെന്നാണ് പറഞ്ഞു. അതിന്നും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു അവതാര പുരുഷന്മാർ ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ളവരില്ല. അപ്പോൾ ഞാൻ വീണ്ടും വരുമെന്ന് അവതാര പുരുഷന്മാരെല്ലാം പറയും. ആ ചെയ്തതിന് ശക്തിയാണ് ഈ കലിയുഗ ശക്തിയായിട്ട് വരുന്നത് ഇരിക്കുന്നത്. അപ്പം കലിയുഗത്തിലെ വാഹനമെന്ന് പറയുന്നത് അല്ല, ഭഗവാന്റെ വാഹനം മനുഷ്യനാണ്. അതിന് നമ്മൾ പാടത്തിൽ കാണുന്നില്ലയോ, എലി ചുണ്ടലി പൂച്ചെന്നൊക്കെ എഴുതി വെച്ചത്. ഇതൊരു അപസംബന്ധം പറയുന്നില്ല. അതിന് എലിയെ വെച്ച് പൂജിക്കുക. എലിയമ്പലം ഇല്ലയോ? എലിയമ്പലം ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടോ? എലിയമ്പലമുണ്ട്. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ അമ്പലങ്ങളുമുണ്ട്. ഓരോ അവതാര പുരുഷന്മാരെ മാറ്റി വെക്കുന്നുണ്ട്. അല്ല ഇതിൻ്റെ വാഹനമാണെന്നും പറഞ്ഞു. അതൊക്കെ എന്തൊരു അബദ്ധമാണ്. ഭഗവാന്റെ വാഹനം മനുഷ്യനാണ്. അല്ലേ ആരാ ഭഗവാന്റെ കാര്യം പറയുന്നത്? എലിയെ പൂച്ചോ ചുണ്ടലി എങ്ങും പറയുമോ? പറയൂ. അപ്പോൾ അതാരൊന്നും നമുക്ക് വേണ്ട. യഥാർത്ഥം അറിഞ്ഞ് ജീവിച്ചാൽ മതി. നമ്മൾ ഒരു മനുഷ്യൻ്റെ ആവശ്യം ലോകത്തിൽ നിന്ന് നമുക്ക് വേണ്ട ആവശ്യം എന്താണെന്ന് പറയാം ചോദ്യം. നമുക്ക് എങ്ങനെ ആ ഈശ്വരൻ്റെ വാഹനമാവാൻ പറ്റും? ഈശ്വരൻ്റെ വാഹനമോ ആയിരിക്കുന്നവൻ പിന്നെ ചോദിച്ചാൽ ഞാൻ എന്തോ പറയാനാ? അറിയാൻ പറ്റുന്നില്ലല്ലോ.
നമ്മുടെ ഈ ഈശ്വരൻ്റെ വാഹനമായിരിക്കുന്ന ആൾ ഇനി ആകാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ മറുപടി പറയുന്നു. ഈശ്വരനാരെന്നറിഞ്ഞില്ല, തേടി നടന്നു കണ്ടില്ല. ഈശ്വരനാരെന്നറിഞ്ഞില്ല, അറിയേണ്ടതങ്ങറിയിപ്പാൻ ഗുരുവരനുണ്ടെന്നറിയണം. അറിയേണ്ടതറിയിപ്പാൻ ഗുരുവരനുണ്ടെന്നറിയണം. ഗുരുരൂപത്തിനഴിവില്ല, അറിവുള്ളോനാം ഗുരുനാഥൻ. രൂപത്തിനഴിവില്ല, അറിവുള്ളോന. അപ്പം ആ ഗുരുരൂപത്തിന് അഴിവില്ല, ശരീരം വളർന്നു, അതഴിയിൽ പോകുന്നു. അപ്പോഴും ഗുരുരൂപത്തിനഴിവില്ല, അറിവുള്ളോരങ്ങറിയുന്നു. അറിവുള്ളോരിൽ ഗുരുവുണ്ട്, അവരറിഞ്ഞാരാധിച്ചിടുന്നു. അറിവുള്ളോരിൽ ഗുരുവുണ്ട്, അറിയുന്നു. ഇത് ഭജനയായിട്ട് കൈയടിച്ചൊന്ന് പാടിക്കിപ്പം നിങ്ങൾ വേറൊരു സ്ഥലത്തും പോകത്തില്ല. ഇതേവരെ നിങ്ങൾ മനസ്സിൽ കണ്ടതല്ല, അപ്പോഴേ അവിടെ ഉരിഞ്ഞു പോയിക്കോളും. നിങ്ങൾ തള്ളിക്കളയണ്ട, തന്നെ അങ്ങ് മാറിക്കോളും. പുള്ളി ഇരിക്കുന്നത് എങ്ങനെ മാറുമെന്നൊക്കെ ചോദിച്ചില്ലയോ? ഇത് മതി. ഈ നാമസങ്കീർണം കൈയടിച്ചെന്ന് പാടിക്ക്, ആ കൊണ്ടു നടക്കുന്നതെല്ലാം അങ്ങ് മാറും. അപ്പോൾ ഒരു പരമാനന്ദ സുഖം. കണ്ടേ ഞാനാചാര്യരൂപം, എൻ്റെ ശങ്കിൽ പതിഞ്ഞുള്ള തങ്കമൊഴികൾ. കണ്ടേ ഞാൻ ആചാര്യരൂപം. ഇതുവരെ ഗുരുവിനെ കേട്ട് കണ്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പം കണ്ടെന്ന് വിളിച്ച് പറയണം. കണ്ടേ ഞാൻ ആചാര്യരൂപം. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? ആത്മബന്ധം. ഗുരു ശിഷ്യയായിട്ട് ആത്മബന്ധം ഇല്ലേ ഗുരുവും ശിഷ്യരും ഇല്ല. ഗുരു ഉണ്ട്, ശിഷ്യൻ കാണത്തില്ല. ആത്മപ്രേമം ഉണ്ടാകുമ്പോഴാണ് ആത്മീയം ഉണ്ടാകേണ്ടത്. അല്ലാതെ പ്രേമങ്ങളുണ്ട്, അതല്ല. ആത്മപ്രേമം ഉണ്ടാകണം. ഗുരുവിനെ കാണണം, ഈശ്വരനെ കാണണം എന്ന് പ്രേമിക്കണം. പ്രേമം സ്നേഹമാണ്, ആത്മസ്നേഹമാണ് പ്രേമം. അത് നമ്മിലായി കാണണം, നാമായി കാണണം. അപ്പോൾ നമ്മിലുള്ള സർവ്വതും കാണും. തന്നിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു അത് നമ്മിൽ കാണും. അത് നമുക്ക് വിസ്തരിച്ച് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രേമഭാവം ഒരു ശിഷ്യനിൽ ഗുരുവിനോട് ഉണ്ടാവണമെങ്കിൽ എന്താണ്? ഗുരുവായിട്ട് അടുത്ത ബന്ധം ഉണ്ടാകണം. ഗുരുവിനെ ആകർഷിക്കണം. ആകർഷണ വലയിൽ ഗുരു അകപ്പെടും നിന്നിലേക്ക്. അതാ പറഞ്ഞ, വിടുകില്ല ഞാനെൻ്റെ ഗുരുനാഥനെ, വിട്ടു പിരിഞ്ഞിടാൻ സാധ്യമല്ല. ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ എങ്ങനെ പ്രയോഗിക്കേണ്ടത്? അപ്പം പിന്നെ ഇങ്ങനെയാണ് ഗുരുബന്ധം ഉണ്ടാകേണ്ടത്. അതാണ് എൻ്റെ കാരണം. നിറപറയും നിറച്ചു വച്ചു, നിലവിളക്കും കൊളുത്തി വച്ചു, സ്തുതിക്കയാണേ ഗുരുപദത്തിൽ. സ്തുതികളൊന്നും മുടങ്ങിയിട്ടില്ല. നിറപറയും നിറച്ചു വച്ചു, നിലവിളക്കും കൊളുത്തി വച്ചു, സ്തുതിക്കയാണേ ഗുരുപദത്തിൽ. സ്തുതികളൊന്നും മുടങ്ങിയിട്ടില്ല. സ്വാമിജി, ശുഭാനന്ദ ഗുരുദേവൻ തികച്ചും വ്യത്യസ്തനാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടും രീതികളും അത് ആ ഒരു ലക്ഷ്യത്തിലേക്ക്, ആ ആത്മബോധം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ളതാണ്. പക്ഷെ പലരും ആ പിന്തുടർന്ന് വന്നതിനെ മാറ്റി പുതുതായിട്ടൊന്നിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ശുഭാനന്ദ ഗുരുദേവൻ്റെ ആ സന്ദേശം ലോകത്തിലേക്ക് എങ്ങനെയാണ് എത്തിക്കുന്നത്? ഈ ഒരു അങ്ങേയിൽ നിന്നും അങ്ങ് നേരത്തെ ചോദിച്ചതുപോലെ തൻ്റെ ശിഷ്യന്മാരിൽ കൂടി മാത്രമാണ് അത് പ്രചരിപ്പിച്ച് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ടത്. ആ ഗുരു ആ ശിഷ്യർ ഏത് പ്രകാരത്തിലാണെന്നുള്ളതിൻ്റെ പരിശീലനം നടത്തിയിരിക്കണം. അപ്പം ഗുരു തിരഞ്ഞെടുക്കും. അവനെ അറിയേണ്ട വിധത്തിൽ അറിയിക്കാൻ വേണ്ട ആയുധങ്ങളും തത്വങ്ങളും അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും.
അതായത് ഇംഗ്ലീഷ് അക്ഷരം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തേച്ച് ഇംഗ്ലീഷ് വായിപ്പിച്ച് മനസ്സിലാക്കുന്ന പറഞ്ഞതുപോലെ ഇതിനകത്തൊരു സാരോപദേശമുണ്ട്. സൃഷ്ടിക്ക് മുമ്പുള്ള ഒരു വ്യവസ്ഥയുണ്ട് ഇതിനകത്ത്. അതിനെ ഈ സിറ്റന്മാർ തിരഞ്ഞെടുത്തിട്ട് അവരെ അത് ഓതി ഭവിപ്പിക്കും. അതിൽ കൂടി അവനെ പരിശോധിച്ച് നോക്കും. ഇവൻ ഇത് കളങ്കമറ്റ് മാറ്റുന്നുണ്ടോ, കരുതി വെക്കുന്നുണ്ടോ, അത് മറ്റുള്ളവരെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് നോക്കും. അത് മറ്റുള്ളവർക്ക് അവനെ കൊണ്ട് പ്രയോജനപ്പെടുത്താൻ കൊള്ളുമെന്ന് കാണുമ്പോൾ അവനെ ലോകപ്രചാരണത്തിന് വേണ്ടി വിടുക. ഇങ്ങനെ ഒരു സന്ദേശം അറിയിക്കാൻ. ഇന്നതുപോലൊരു ഗുരുവുണ്ട്. ഏത് കാര്യങ്ങളും ശാന്തി സമാധവും ആത്മീയ ഏത് സംശയങ്ങളുണ്ടെങ്കിലും ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മനസ്സിലാകും, പറഞ്ഞു കേൾക്കും. പിന്നെ ചില ആശ്വാസങ്ങളും ശാന്തികളും. ഒരു മനുഷ്യൻ ലോകത്തിൽ വേണ്ടത് ഇന്ന് ശാന്തി സമാധാനമാണല്ലോ. അതിനുവേണ്ടിയല്ലേ മനുഷ്യൻ പലയിടങ്ങളിലും തേടി നടക്കുന്നത്. അതവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് മാത്രമേ ഈ കലിയുഗത്തിൽ സിദ്ധിക്കുന്നുള്ളൂ, ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുള്ളൂ, ഉള്ളൂ. അങ്ങനെ അവരിൽ കൂടിയാണ് ലോകം മുഴുവൻ പ്രചരിപ്പിക്കേണ്ടത്. അതാണ് ശിഷ്യഗണങ്ങളാണ് അവിടെ കൂടുകൂട്ടി 10 പേരെ സംഘടിപ്പിച്ച് അതൊരു വലിയ സമൂഹമാക്കി മാറ്റി തരേണ്ടത്. അങ്ങനെയാണ് ഇത് പ്രധാന ലോകത്തിലാക്കേണ്ടത്. അതിന് സ്വാമികൾ ഒരുങ്ങുന്നുണ്ടോ? അങ്ങനെ അതിന് യോഗ്യനാണ്. തീർച്ചയായും ഈ സഭയും യോഗ്യത. നിങ്ങളതിനൊരുപ്പെടുന്നെങ്കിൽ ഇതിനൊരു ശിഷ്യത്വമുണ്ട്. അത് ആ ആയുധം കയ്യിലുണ്ടെങ്കിൽ അവരോട്ട് പറയാനൊക്കത്തുള്ളൂ. ചോദിക്കുന്നതിൻ്റെ മറുപടി. ഗുരുവിന് കുറേ നിബന്ധനകൾ വയ്ക്കുന്നുണ്ട്, ഗുരു പരീക്ഷിക്കുന്നുണ്ട്. അപ്പം എന്താണ് ഒരു ശിഷ്യന് വേണ്ട ഒരു നിബന്ധന, ക്വാളിറ്റി എന്തായിരിക്കും? അവന് ശാന്തി സമാധാനം ഉണ്ടായിരിക്കണം. അവന് ശാന്തി സമാധാനം സ്വസ്ഥത ഉണ്ടാകണം. ആ വ്യക്തിക്ക് ചുറ്റപ്പെടാൻ ഉദ്ദേശിക്കുന്ന ആർക്കും ആയിരിക്കണം. അതവൻ കരസ്ഥമാക്കണം. അവൻ കരസ്ഥമായി കഴിയുമ്പോൾ അവൻ അതിൽ കൂടി അനുഭവസ്ഥനാകണം. അതവൻ്റെ പ്രവൃത്തി കർമ്മശുദ്ധി കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അതൊരു പരീക്ഷണമാണ്. അപ്പോൾ അത് ഗുരു ശിഷ്യയായിട്ടുള്ള ഒരു ബന്ധത്തിന് തുടക്കം അത് ആദ്യമേ തുടങ്ങുകയാണ്. അതിൽ നിന്ന് അവൻ യോഗ്യനാണോ എന്ന് പരിശോധിക്കും. പരിശോധിച്ചിട്ട് അവൻ യോഗ്യനാണെന്ന് കാണുകയാണെങ്കിൽ അവനെ സഭയിൽ സ്ഥിരവാക്കും. സ്ഥാപനത്തിൽ ഉൾക്കൊണ്ട് സ്ഥാപന കർമ്മത്തിനെ നിലനിർത്തി ആചാര്യായി നിർത്തുക. അവൻ്റെ കടപ്പാടാണ് സമൂഹത്തിറങ്ങി പ്രവർത്തിക്കുക എന്നുള്ളത്. പ്രവർത്തി ജനങ്ങളെ കൊണ്ടുവരിക, അവരെ ഇതുപോലെ ബോധ്യപ്പെടുത്തി. അപ്പോൾ അങ്ങേക്കൊരു സ്ഥാനമുണ്ട്. അവിടുത്തെ ഒരു ശിഷ്യനാണ് അദ്ദേഹം, ഗുരുവാണ്. അദ്ദേഹം വരെ നമുക്കനുസരിച്ച് പോകാം എന്നാണ് വരുമ്പോൾ ഒരു സമൂഹം അങ്ങയുടെ കൂടെ ഉണ്ടാകും. അതുപോലെ അദ്ദേഹം ഇതുപോലെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അദ്ദേഹം ഒരു കൂട്ടായ്മയാക്കുക. അപ്പം ലോകം അറിയും. അതായത് നാം പറയേണ്ടത്, ലോകത്തിൽ മനുഷ്യന് എല്ലാം ഒന്നുപോലെ ധനമുണ്ട്, ഉന്നത പദവിയുണ്ട്, ആത്മശാന്തി ഇല്ലെങ്കിൽ എത്ര ദുഃഖമാണ്, ഇല്ലയോ? അതെ, ആത്മശാന്തിയും സുഖം, ഉന്നത പോലെ ധനം എല്ലാം ഉണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. പക്ഷേ കിടന്നാൽ ഉറക്കം വരുന്നില്ല. ഇത്രയും ഭൗതികമൊക്കെ ഉണ്ട്. 7-10 ആനയും 12 ആനയും കുതിരയൊക്കെ ഉണ്ട്, ലോകം മുഴുവൻ പാശ്ചര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ കിടന്നാൽ ഉറക്കം വരുന്നില്ല. ഇത്രയൊക്കെ ഉണ്ടെങ്കിലും അവന് ആത്മശാന്തിയില്ല. ആത്മശാന്തിക്ക് ആത്മനാഥനുമായിട്ട് ബന്ധിച്ചെങ്കിലേ ആത്മശാന്തി അവൻ ലഭിക്കത്തുള്ളൂ. തേൻ ഉള്ളിടത്ത് കൈ നീട്ടെങ്കിലല്ലേ തേൻ കിട്ടത്തുള്ളൂ. കറുപ്പ് ഉള്ളിടത്ത് കൈ നീട്ടാൽ തേൻ കിട്ടുമോ? കറുപ്പല്ലേ കിട്ടത്തുള്ളൂ എന്ന് പറയുന്നില്ല. മനുഷ്യൻ യഥാർത്ഥം അറിയാതെ തേടി നടക്കുക, ഈശ്വരനെ തേടി നടക്കുക. അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? അതുകൊണ്ടൊരു പ്രയോജനമില്ല. അപ്പോൾ നന്മയിലേക്ക് എത്തിച്ചേരാനുള്ള വഴി നാം തന്നെ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കണം. ആദ്യമേ നമ്മൾ ബോധ്യമുള്ളവരായിരിക്കുക. ഒരു ശിഷ്യൻ, ഒരു ഭക്തൻ ഒരു ശിഷ്യത്തെ സ്വീകരിച്ച് അവൻ ബോധ്യമുള്ളവനായിരിക്കണം. ആ ബോധ്യമാണ് മറ്റുള്ളവരെ നന്മയിലേക്ക് നയിക്കുന്നത്. അവൻ നന്മയുള്ളവനായിരിക്കണം, എങ്കിലേ മറ്റുള്ളവർ സഹകരിക്കത്തുള്ളൂ. അല്ലാതെ അവൻ പോയി ധനമോഹിയായിട്ട് പോയി ഞാൻ നിങ്ങളെ എത്തിക്കാം, ഇനി ഒരു ചിലവുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധിക്കത്തില്ല. നിഷ്കളങ്കമായ പ്രവൃത്തിയാണ് ഈശ്വരൻ. അതാണ് ദൈവത്വം. സ്തുതിച്ചിടുമ്പോൾ മനസ്സിനുള്ളിൽ പുതുമയാണോ, പുതുസുഖമിതാണോ? സ്തുതിച്ചിടുമ്പോൾ മനസ്സിനുള്ളിൽ പുതുമയാണോ, പുതുസുഖമിതാണോ?
അനുഭവം നമ്മളിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ആ ഒരു ഇവിടെ വരാൻ കാരണം അങ്ങനെ ആത്മാവിൻ്റെ ആഗ്രഹവും ആശയമാണ്. അത് വാഹനമാണ്, അത് നിറവേറ്റി കൊടുക്കേണ്ടത്. അതിനാണ് ഇവിടെ വന്നത്. അപ്പോൾ ആത്മാവിൻ്റെ അനുഭവം അറിഞ്ഞേ, അതിനപ്പുറം ഒന്നും അറിയാനില്ലല്ലോ. ആത്മാവിൻ്റെ അനുഭവം എങ്ങനെ അറിയാനാണ്? ഇവിടെ വന്നത് എങ്ങനെയാണ്? ശരീരമൊന്നും അറിയുന്നില്ലല്ലോ. അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഗവർണറല്ലേ ഇത് ആത്മാവ്. അതിനെ തള്ളിവിടുന്ന ഗവർണറാണ് ശക്തി. രൂപനാമമില്ലാത്ത ഈശ്വരശീലന ശക്തി. അവരെ കൊണ്ടുപോടാവനെ അങ്ങോട്ട്. നല്ല സാധനം, ഞാൻ അവിടെ ഉണ്ട് ചെല്ലേ എന്ന് പറഞ്ഞു വിട്ടതാണ്. അല്ല തന്നെ വന്നാൽ തന്നെയാണ് എന്നെ വിടേണ്ടതല്ലേ. അതെ. പക്ഷെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നോക്കുമ്പോഴേ മുതിർന്നവരായിക്കോട്ടെ ചെറുപ്പക്കാരായിക്കോട്ടെ എല്ലാവരും ഈ ഭൗതികമായിട്ടുള്ള നേട്ടത്തിൻ്റെ പുറകെയല്ലേ പോകുന്നത്. ആത്മീയം ആർക്ക് വേണം? അതാ, ആത്മീയത്തിന് താല്പര്യമില്ല. അത് അവരുടെ ആരും കുറ്റമല്ല. ഭഗവാന്റെ കൽപ്പന അതാ. കലിയുഗത്തിൽ തിരഞ്ഞെടുക്കുന്ന കാലമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? ക്രേതായുഗം മുതൽ വിതയ്ക്കുകയായിരുന്നു. ക്രേതയിലും ത്രേതയിലും ദൗരയിലും വിതച്ചു. 4-ാം യുഗം ഇവിടെ വിത്ത് വെച്ചാൽ അത്ര 4-ാം മാസത്തിലല്ലേ കൊയ്തെടുക്കത്തുള്ളൂ. നിലം വിതച്ചാൽ 4 മാസം ആകത്തില്ലയോ വിളവെടുക്കുന്നവർ? അതുപോലെ തന്നെ കൊയ്ത്തും വിളവും എന്ന് പറയുന്ന സമ്പ്രദായമാണ് യുഗങ്ങളിലും പറയുന്നത്. ത്രേതയിൽ വിതച്ചു, ത്രേതയിൽ വളർന്നു, ദൗരയിൽ ഭാഗപ്പെടി, 4-ാം മാസം 4-ാം യുഗത്തിൽ കൊയ്ത്തായി. ആ കൊയ്തെടുക്കുന്ന ഫലം 10 പങ്കും തൂളിയും പറന്നു പോയി. നല്ല മണിയായിട്ടുള്ള മുത്ത് കിട്ടും. അതറിയാൻ സൂക്ഷിക്കുക. അപ്പം പറന്നു പോകേണ്ടതുണ്ടല്ലോ. വിത്തിനകത്ത് നോക്കുമ്പോൾ തൂളിയും 10 നമുക്കൊക്കെ പറന്നു പോകണ്ടല്ലേ. ആ ജനമാണ് ഇന്ന് ഇവിടെ ഇത് കാണിച്ച് കിടക്കുന്നത്. അവർ നിലനിൽക്കുന്ന പരിവരിലല്ല ജീവിക്കുന്നത്. അവരെ അറിയാൻ സൂക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. സ്വാമിജി, ഇപ്പോൾ ആശ്രമത്തിൻ്റെ രീതികളെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ഇവിടെ നടക്കുന്ന ഈ വിശേഷ കർമ്മങ്ങളുടെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പറയാം. ഇവിടെ മേടമാസത്തിൽ പൂരമഹോത്സവം, ഗുരുവിൻ്റെ ജന്മദിനം. അത് കഴിഞ്ഞ് 3 മാസം കൂടുമ്പോൾ താരാസ്തുതിയുണ്ട്. 12 ദിവസം വ്രതമെടുത്ത് ഒരാഴ്ചത്തെ 4-5 ദിവസം കൊണ്ട് ഇതിനകത്ത് തന്നെ സ്തുതി നടത്തും. അവർക്കുള്ള ചിലവും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ നടത്തുന്നത്. അത് 3 മാസം കൂടി മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് 12 ദിവസം വ്രതമെടുത്തിട്ട് ആണ് ഇരുത്തുന്നത്. ഇരുത്തെന്ന് പറഞ്ഞാൽ ഈ സ്തുതിയുടെ ഉദ്ദേശമെന്ന് പറയുന്നത് ജന്മപാപം, കർമ്മദോഷം, ജീവനാശം. ഇവ 2, 3, 4, 12 വർഷത്തെ തപസ് ചെയ്യണം. എന്നതിനൊന്ന് തപസ് ചെയ്യാൻ പറ്റുമോ? അതിനാണ് 3 മാസം കൂടുമ്പോൾ ജന്മപാപം, കർമ്മപാപം, ജീവനാശം 3 മാസം കൂടുമ്പോൾ സ്തുതി നടത്തുന്നത്. അവരിലുള്ള അന്ധകാരങ്ങളും ഗ്രഹത്തിലെ ദോഷങ്ങളെല്ലാം മാറിക്കിട്ടുന്നതിന് വേണ്ടി ദൈവസേവ ചെയ്യുകയാണ്. അതാണ് സ്തുതി എന്ന് പറയുന്നത്. പിന്നെ അത് 12 വെള്ളിയാഴ്ച. 12 വെള്ളിയാഴ്ച എന്ന് പറയുന്നത് 12 വെള്ളിയാഴ്ച ഓരോ ഭവനങ്ങളിൽ നിയമം കൊടുക്കും. വ്രതാനുഷ്ഠാനോട് കൂടി നിന്നുകൊണ്ടാണ് ഇരുമുടിക്കെട്ടുമായിട്ട് 3-ാം മാസം സ്ഥാപനത്തിൽ വന്ന് സമർപ്പിക്കുന്നു. ശബരിമല പോകുന്ന പോലെ ഇരുമുടിക്കെട്ടുമായിട്ട് വന്ന് ഇവിടെ സമർപ്പിക്കും. ഈ കെട്ടുകളാകുന്ന ഭാരച്ചവടാണ്, ഭാവമാണ്. എന്താണ് ഈ 3 മാസം കൊണ്ട് നടത്തുന്നത് വെച്ചാൽ ജന്മപാപം, കർമ്മദോഷം, ജീവനാശം. 3, 4, 12 വർഷം തപം ചെയ്ത് വേണ്ടായി തീർക്കാൻ ഗൃഹസാധനങ്ങളെ കൊണ്ട് കൊടുക്കുമോ? അതിനാണ് ഒരു വർഷം 3 മാസത്തെ വ്രതം പിടിപ്പിച്ച് 12 വെള്ളിയാഴ്ച അനുഷ്ഠിച്ച് ആ ഇരുമുടിക്കെട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ പാപഭാരങ്ങളാണ്. അത് സന്നിധാനത്തിൽ സങ്കല്പിച്ച് കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പാപഭാരങ്ങൾ ഒഴിഞ്ഞു മാറുന്നതിന്, അവന് ആത്മശാന്തി കിട്ടുന്നതിന് വേണ്ടി ചെയ്യുന്നു. അതിന് ജാതിയോ മതമൊന്നുമില്ല. ഇവിടെ ജാതി മതമൊന്നുമില്ല. അപ്പം അതാണ് 12 വെള്ളിയാഴ്ചയുടെ ഗുണം. പിന്നെ ഞങ്ങൾ നിയമപ്രാർത്ഥനകളുണ്ട്. നിയമപ്രാർത്ഥനകൾ അത് ഓരോരോ മാസങ്ങളിൽ ഓരോരോ നിയമപ്രാർത്ഥനയുണ്ട്. പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ധ്യാനമുണ്ട്. വെള്ളിയാഴ്ച ധ്യാനങ്ങളുണ്ട്. പിന്നെ നിത്യേന പൂജയും കർമ്മങ്ങളും ഒക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം അതിന് ഇവിടെ ഗുരുപൂജ നേർച്ചയായിട്ട് ഓരോരുത്തർ വന്ന് നടത്താറുണ്ട്.
പിന്നെ അന്നദാനം പുറന്നാൾ നടത്താറുണ്ട്, അന്നദാനം നടത്തുന്നവരുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ ചെയ്യുന്നുണ്ട്. അതെല്ലാം അനുഭവസ്ഥരായിട്ടുള്ളവരാണ് ഈ നടത്തുന്നത്. അത് മുടങ്ങാതെ പതിവായിട്ടൊക്കെ ഇങ്ങനെ നടന്നു പോന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് സ്ഥാപനത്തിൻ്റെ കർമ്മമെന്ന് പറയുന്നത് അടിസ്ഥാനമായി. പിന്നെ എല്ലാ ദിവസവും 3 നേരവും അന്തേവാസികളെല്ലാം കൂടി പ്രാർത്ഥനയുണ്ട്, അത് മുടങ്ങാതുണ്ട്. രാവിലെ ഒരു 8:30 വരെ, വൈകിട്ട് ഭജനയൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പറഞ്ഞല്ലോ സ്വാമി, ഈ ഓരോ ദിവസത്തെ കർമ്മങ്ങളും എല്ലാ മാസവും നടക്കുന്ന ഇത്. അതെ. അപ്പം ഇതിനുള്ള ഈ ധനവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്? ദൈവചിന്ത മനസ്സിൽ ഓർത്ത് കഴിയുമ്പോൾ അതിനുള്ള വഴികൾ ആരെയും കൊണ്ട് തരിക്കും. ശരിയാണ്. അങ്ങനെ വരുന്ന ധനം കൊണ്ട് ഇതൊക്കെ ചിലവഴിക്കുന്നു. ഭഗവാനെ ഇന്ന കാര്യം ഇന്നതുപോലെ ആണല്ലോ, അതിൻ്റെ ചിലവൊക്കെ എങ്ങനെ വഹിക്കും? ഇത് കളങ്കം പറയുന്ന കാര്യമല്ല, ചിന്തിക്കും. എവിടുന്നെങ്കിലും ആരെങ്കിലും കൊണ്ടുതരും. കാരണം അവൻ്റെ സ്ഥാപനം നിലനിർത്തി പോകേണ്ടതില്ല, അവനേറ്റ് നടത്തേണ്ടതില്ലയോ. നമ്മൾ പിന്നെ ഭാരവാഹിയായിട്ട് നിൽക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ തരാതിരിക്കാൻ പറ്റുമോ? നന്നേ ഒക്കത്തുള്ളൂ. ലോകശാന്തിക്ക് വന്നതാണിവൻ, ആശ്വാസത്തെ നൽകുന്നു നിത്യവും. മനുഷ്യ ജീവിതത്തിലൊരു സുഖം അവർക്ക് വേണ്ടതാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ ക്രമമാണ് അവൻ പാലിക്കേണ്ടത്. മറ്റുള്ളവർ ദോഷമാകുന്ന ഒരു വാക്ക് പോലും അവൻ ഉച്ചരിക്കരുത്. അവന് വേണ്ടുന്ന നന്മകാര്യങ്ങളിൽ നാം പ്രാർത്ഥിക്കണം. അന്യവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ അന്യമായി കാണുന്നില്ല ഈശ്വരൻ നമ്മെ. നാം തപകാൻ സ്വന്തമായി തന്നെ നമ്മെ കരുതുന്നു. അങ്ങനെ കരുതി സൂക്ഷിച്ച് ജീവിക്കുന്ന അന്ധകാരമേറുന്ന മനസ്സിന് ജ്ഞാനം കൊണ്ട് അജ്ഞാനം കൊണ്ട് അവരെ തീർത്ത് രക്ഷിക്കാനുള്ള സുഖബോധം നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർ രക്ഷപ്പെടുകയുള്ളൂ. ഇവിടുത്തെ ശിഷ്യസന്ധരായ സന്താനങ്ങളും ഇവിടുത്തെ വിശ്വാസികളായ അറിവജ്ഞന്മാരും അതിനൊത്തുചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് കലിയുഗത്തിൽ ആവശ്യമായ കാര്യങ്ങളാണെന്നുള്ളത് ആരും നന്നായി കരുതി പാലിച്ച് മുമ്പോട്ട് ജീവിക്കുന്നുവെങ്കിൽ അതിനോട് അത്യുത്തമമായ കാര്യങ്ങൾ ഭൂമിയിൽ വേറൊന്നുമില്ല. ജന്മപാപം, കർമ്മദോഷം, ജീവനാശത്തെ തീർത്തെടുത്ത് ആരാടിക്കുവാൻ വേണ്ടി ഭഗവാൻ നമുക്കായി അധ്വാനിച്ച് കൊണ്ടുവന്നതാണ് കലിയുഗനായ ഭഗവാൻ കൽക്കിയെ വധം ചെയ്യാൻ ജ്ഞാനായുധമായി വന്നിരിക്കുന്നു. ജ്ഞാനായുധം കൊണ്ട് മാത്രമേ കലിയെ ഭരിക്കാൻ സാധിക്കത്തുള്ളൂ. കൊല്ലൻ്റെ ആലയത്ത് തീർത്ത വളമൊന്നും ഇതിന് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടൊന്നും സാധ്യമല്ല. വഴക്കിന് കേസിനും വേണ്ട വല്ല കാര്യങ്ങളുമുണ്ട്. അത് ഭഗവാൻ കരുതിക്കൊണ്ടുവന്നിരിക്കുന്ന ജ്ഞാനായുധമാണ്. ഉൾക്കാമ്പിൽ ഉദിച്ചുയരുന്ന ജ്ഞാനമാണ്. അതാണ് കൽക്കായുധം. അതിനോട്ട് അടുക്കാശാനം ചെയ്യേണ്ടത്. അപ്പോൾ അന്ധകാരമായ ദുരിതത്തെ മാറ്റിയെടുക്കുവാൻ നമ്മിലായി തന്നിരിക്കുന്ന ആയുധം അതാണ്. ഗുരുനാഥൻ നമുക്ക് തന്നിട്ടുള്ളത് അനുഗ്രഹവും കൃപയും. അതുകൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കുക എന്നുള്ളതാണ് ആത്മബോധത്തിൻ്റെ ധർമ്മം. ആത്മസംഘ സ്ഥാപനത്തിൻ്റെയും ഉദ്ദേശം അതാണ്. സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. മറ്റുള്ളവരെ രക്ഷിക്കുക മാർഗദർശനമാണ്. അതാണ് ആത്മബോധം ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇന്നത്തെ ജനങ്ങളിലെല്ലാം ഭക്തജനങ്ങൾ ഏകോപിച്ച് വന്ന് അത് നടത്തുവാൻ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യമെന്ന ധർമ്മത്തിൽ കൂടി മാത്രമേ ലോകം ജയിക്കത്തുള്ളൂ. സത്യമെന്ന ധർമ്മമാണ് ആയുധം കൊണ്ട് മാത്രമേ ലോകം ജയിക്കാൻ മാർഗമുള്ളൂ. അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. അല്ലാത്ത വഴി തേടി പോവുകയും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഈ കലിയുഗത്തിലില്ല. നിഷ്പ്രയാസമായിട്ട് ഈശ്വരൻ നമുക്ക് കൈക്കലാക്കാൻ സാധിക്കും. തൻ്റെ നാമനയങ്ങൾ പാലിച്ച് അനുഷ്ഠിച്ച് ജീവിച്ചാൽ ഭഗവാൻ എങ്ങും പോകുന്നില്ല. അവനെ ബന്ധത്തിനാക്കി നമ്മിൽ തന്നെയാക്കി നിലനിർത്താൻ സാധിക്കും. അതിന് യാതൊരു സംശയവുമില്ല. നാം ദോഷപ്രവൃത്തിക്ക് പോകുമ്പോൾ ഭഗവാനെതിരാകും, നമുക്ക് ദോഷമായി ഭവിക്കും. അതിനാരും തുനിയരുത്. സത്യമെന്ന ധർമ്മം പുലർത്തി അത്തരൊഴിച്ച് ജീവിക്കുന്ന ജീവിതമാണ് മനുഷ്യന് ധർമ്മം വേണ്ടത്. അതിൽ കൂടി മാത്രമേ സാധ്യമാകുള്ളൂ. നാം ആരെയും ക്രൂശിക്കാനോ പോകരുത്. അവർ നന്മ വഴി മാത്രം ഉപദേശിക്കുക. ഇവിടെ വരുന്ന ശിഷ്യപരമ്പരകളെയും ഭക്തജനങ്ങളോടെയും ഇതുതന്നെയാണ് ഇവിടുത്തെ ഉപദേശം. നന്മയിലേക്ക് എത്തിച്ചേർന്ന കലിയുഗത്തിൻ്റെ ആവശ്യം അതാണ്. ആ ദുരിതത്തിലും ദുഃഖത്തിലും നിന്ന് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം അനുഭവിച്ചു പോയിട്ടുള്ളവരാണ്. അവരുടെ ആത്മാവിനൊരു സുഖം ലഭിക്കണമെങ്കിൽ കലിയുഗത്തിൽ മാത്രമാണ്. കലിയുഗത്തിലാണ് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിച്ചേർക്കേണ്ട വഴി തെളിയിക്കുന്നത്. അത് കൽക്കയെ കൊണ്ടല്ലാതെ മറ്റാരും കഴിയില്ല. ക്രിസ്തു കിട്ടും മുതൽ എല്ലാവരും ഒന്ന് തന്നെയെങ്കിൽ തന്നെ ഓരോരോ യുഗങ്ങൾക്ക് ഓരോരോ അവതാരപുരുഷന്മാർ ഓരോ ശക്തിയെ നിലനിർത്തിക്കൊണ്ട് ഓരോരോ വ്യവസ്ഥകളാണ് കൊടുക്കുന്നത്. ക്രേതയിലെ വ്യവസ്ഥയല്ല ത്രേതയിലെ വ്യവസ്ഥയിലെ കലിയുഗത്തിലെ വ്യവസ്ഥ വേറൊന്നുമല്ല. അപ്പോൾ കലിയുഗത്തിലെ വ്യവസ്ഥ അതേ യുഗങ്ങളിൽ വരുന്ന അതേത് കൽപ്പന പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴേ അതിന് ശുഭമാകത്തുള്ളൂ. അത് കടന്നുപോയ കാര്യങ്ങൾ നടത്തി യാതൊരു ഫലവുമില്ല.
പ്രസംഗമില്ല, ചത്ത പ്രസംഗത്തിൽ ശക്തിയില്ലെന്ന് പറഞ്ഞതുപോലെ അപ്പോഴപ്പോഴുള്ള ദൈവശക്തി പ്രവാഹിക്കുന്നത് ആ ശബ്ദത്തെ കേട്ട് അനുസരിച്ച് പാലിക്കുന്നവർക്ക് മാത്രമാണ് അനുഭവ ഗുണം ഉണ്ടാകത്തുള്ളൂ. അവരാണ് പറയുന്നത് ശുഭാനാശ്രമത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞത് അങ്ങനെ അനുഭവത്തിലാണ് പറഞ്ഞത്. അങ്ങനെ ഇവിടെ വരുന്നവരെല്ലാം അനുഭവത്തിലായിത്തീരണം. ഏത് അന്ധകാരം ഒരു മൊഴി വരുന്നതാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ദർശനം കണ്ടു കഴിഞ്ഞാൽ ആ അന്ധകാരങ്ങളെല്ലാം മാറിക്കിട്ടുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അതാണ് അതിൻ്റെ പ്രധാനമായ കാര്യം. ഇവിടെ ജാതി മതമില്ല, എല്ലാ അവസ്ഥരും ഇവിടെ വന്ന് അഭയം പ്രാപിക്കുന്നുണ്ട്. ഇങ്ങനൊരു പ്രത്യേക സാധനം രോഗഭൂമിയിൽ എവിടെയെല്ലാം നേടിയാലും കാണുന്നതല്ല. ആർക്കും ഇവിടെ വരാൻ നേരിൽ കണ്ട് അനുഭവപ്പെടുക. ഏത് പണ്ഡിതന്മാരും ആരും ആകട്ടെ, എന്ത് അറിയേണ്ട കാര്യങ്ങൾ ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും കളവ മോഷണമൊന്നുമല്ല, യഥാർത്ഥമായ സത്യാവസ്ഥ അറിയേണ്ട കാര്യം. കലിയുഗത്തിലെ യുഗങ്ങളിലെ വ്യവസ്ഥ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അവരെ മാടി വിളിക്കുന്നു, അവർ അവിടെ വരട്ടെ സംസാരിക്കാം. സർവേശ്വരനെ ഒരു അനുഗ്രഹിക്കുവാട്ടെ. സമത്വവും ആ പാവറ്റ പാതാരത്തി സന്താനങ്ങളെയും ആ പ്രസ്ഥാനത്തെയും നമ്മെ ഏവരെയും ഭഗവാൻ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുഖത്തിലെത്തും മനസ്സിനെല്ലാം പെരിയ സുഖമാണേ, പെരിയ സുഖമാണേ. സുഖത്തിലെത്തും മനസ്സിനെല്ലാം പെരിയ സുഖമാണേ, പെരിയ സുഖമാണേ. വളർന്നിടുവാൻ അഖിലേശൻ നഗമേ വേണം, ഈ പുതുസുഖത്തിൻ മനം എന്നും ഉണർന്നിടേണം. നിറപറയും നിറച്ചു വച്ചു, നിലവിളക്കും കൊളുത്തി വച്ചു, സ്തുതിക്കയാണേ ഗുരുപദത്തിൽ സ്തുതികളൊന്നും മുടങ്ങിയിട്ടില്ല. ഇന്നത്തെ ഈ ഒരു ദിവസം തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്തുകൊണ്ടും നമ്മൾ സാധകർക്ക് പുണ്യ ദിവസം തന്നെയാണ്. കാരണം ശുഭാനന്ദ ഗുരുദേവൻ തുടങ്ങിവെച്ച ഒരു ലക്ഷ്യം, ആ ആത്മബോധത്തിലേക്ക് ഓരോ മനുഷ്യജീവനെയും എത്തിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു ആശ്രമ സന്നിധിയിൽ ഒരു മഹാഗുരുവിൻ്റെ മുന്നിൽ ഇരുന്ന് ഇന്നത്തെ ഒരു സത്സംഗം നടത്തുവാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ ഓരോരുത്തർക്കും അതൊരു ഇന്നത്തെ ഒരു ദിവസം പുണ്യം തന്നെയാണ്. ആ ഒരു ലക്ഷ്യം, ആ ഗുരു നിർദ്ദേശിച്ച ആ ഒരു ലക്ഷ്യത്തെ ശിരസാവഹിച്ച് ജീവിതത്തിൽ ഉടനീളം ഓരോ നിമിഷവും ജീവിക്കുന്ന അമ്പോറ്റിജിയെ പോലുള്ള ഒരു ഗുരുവിനെ കിട്ടിയ നമ്മൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്. അദ്ദേഹം നമ്മളിൽ കൂടി പ്രതീക്ഷിക്കുന്ന, നമ്മൾ ഒരു ശിഷ്യൻ ഏത് രീതിയിലായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, ഒരു ഗുരുവിൻ്റെ ആശയത്തെ ഏത് രീതിയിൽ ഉൾക്കൊണ്ട് അവൻ ഓരോ നിമിഷവും ജീവിക്കണം എന്ന് ജീവിച്ച് കാണിച്ചു തന്ന ഒരു വ്യക്തിത്വമാണ്, മഹനീയമായ വ്യക്തിത്വമാണ്. ആ ഗുരുവിനെ ഓരോരുത്തരും പിന്തുടരുക. ഈ ആശ്രമത്തിൽ വന്ന് അമ്പോറ്റിജിയെ കണ്ട് അവരവരുടെ ജീവിതം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ഓരോരുത്തർക്കും സാധ്യമാകട്ടെ. എല്ലാവരും വന്ന് കണ്ട് ഈ ഒരു അനുഗ്രഹം ഏറ്റുവാങ്ങി ജീവിതം സാഫല്യം ആവട്ടെ, ഓരോരുത്തർക്കും സാഫല്യം ആവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. അമ്പോറ്റിജിക്ക് പ്രണാമങ്ങൾ. ഇത്രയും നേരം നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഭക്തൻ അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. നമുക്കെല്ലാം ആരാധ്യനായ അമ്പൂറ്റി തമ്പുരാൻ്റെ പാതാരവിന്ദം നമിച്ചുകൊണ്ട് ആജ്ഞാനുസരണം ഭക്തജനങ്ങളുടെ അനുഭവത്തോടും കൂടി ശുഭാനന്ദ ആനന്ദാലയാശ്രമത്തിൽ വന്നുള്ള അനുഭവങ്ങളാണ് പറയാൻ ഉള്ളത്. അത് എത്ര പറഞ്ഞാലും തീരത്തില്ല. കാരണം ഗുരുവും ശിഷ്യരും എന്നുള്ള ബന്ധമാണ് നമ്മുടെ പരമാത്മാവും ജീവാത്മാവുമായിട്ടുള്ള ബന്ധം. അത് ഏത് വിധത്തിൽ ആദിയിൽ ഭഗവാൻ ചിന്തിച്ചിരുന്നോ ആശിച്ചിരുന്നോ ആ അവസ്ഥയിലേക്ക് വീണ്ടും ആത്മാക്കളെ എത്തിക്കുക എന്നുള്ളതാണ് അവതാര ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം. അങ്ങനെ ക്രേതയിലും ത്രേതയിലും ദ്വാപരയിലും എല്ലാം അവതരിച്ച് കലിയുഗത്തിൽ ജ്ഞാനകൽഘിയായി ശുഭാനന്ദനാമത്തിൽ അവതരിച്ചുകൊണ്ട് ആത്മാക്കളെ മാടി വിളിച്ച് ചാരയിരുത്തിക്കൊണ്ട് ജന്മാന്തര ജ്ഞാനോപദേശങ്ങൾ ഉപദേശിച്ച് അവരുടെ അന്തരംഗത്തിലുള്ള അന്ധകാരങ്ങളെയെല്ലാം ദൂരീകരിച്ചുകൊണ്ട് ആത്മപ്രകാശമുള്ള കുഞ്ഞുങ്ങളാക്കി ഗുരുശിഷ്യ ബന്ധത്തിൽ
ചേർത്ത് കോർത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതൊരു ആത്മാവിൽ ഭക്തി ഉദിക്കുന്നോ, ഒരു ഗുരുശിഷ്യ ബന്ധത്തിലുള്ള ആ ഭക്തി അനുദിനം ഉണ്ടാകുന്നു, അവരുടെ അന്തരംഗം ശോഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ശോഭയാണ് ഗുരുപാദത്തിൽ കാഴ്ചവെക്കേണ്ടത് ശിഷ്യഗണങ്ങൾ. അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. കാരണം താൻ ഈ ലോകം സൃഷ്ടിച്ചത് ഈ ലോക ധനത്താലല്ല, തൻ്റെ ജ്ഞാനം കൊണ്ട് സർവ്വവും സൃഷ്ടിച്ച് സൃഷ്ടികളോടൊത്ത് ആനന്ദിക്കുവാൻ വേണ്ടി ഭഗവാൻ സൃഷ്ടിച്ച ലോകമാണിത്. അപ്പം ഭഗവാന്റെ ഹിതത്തിന് വിപരീതമായി ആത്മാക്കൾ പോകുക കാരണം ഭഗവാനുമായി ബന്ധമില്ലാതെ അലയൻ്റെ അവസ്ഥയിലായിരിക്കുകയാണെന്ന്. കലിയുഗം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പം നാം കാണുന്നുണ്ട് ഇന്ന് എന്തെല്ലാമാണ് ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മൃഗീയമായ ജീവിതമാണെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഗുരുശിഷ്യ ബന്ധം ഇല്ലാത്തതിൻ്റെ അഭാവമാണ് ഇതിനെല്ലാം കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളത്. കാരണം ഗുരു ഉപദേശം എന്ന് പറയുന്നത് സൽഗതി കാട്ടിത്തരുന്നതാണ്. അതാണ് നാരായണ ഗുരുസ്വാമിയും പറഞ്ഞു, ആരായുകിൽ അന്ധത്വമൊഴിച്ചാതി മഹസിൻ നേരാൻ വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. അപ്പം നമ്മളിലുള്ള അന്ധകാരങ്ങളെ ദൂരീകരിച്ചുകൊണ്ട് ആദിയിലുള്ള ആ ദിവ്യപ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ് സാക്ഷാൽ ഗുരു. അത് പരമാത്മാവാണ്. ആ പരമാത്മാവ് തന്നെയാണ് ഇഹത്തിൽ ശരീരം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഉപദേശം തരുന്നത്. അപ്പോൾ അവിടെ പല പരീക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വരും. കാരണം നമ്മളിലുള്ള അന്ധകാരം നീങ്ങുന്നുണ്ടോ എന്നുള്ള പരീക്ഷണമാണ് ഗുരുശാസനകളും കൽപ്പനകളുമൊക്കെ. അപ്പം ഇതുവരെ ഇല്ലാത്ത ഒരു നിയമമാണ് കലിയുഗത്തിൽ ശുഭാനന്ദ ഗുരുദേവൻ നമുക്ക് അരുളി ചെയ്തിരിക്കുന്നത്. അത് 3 നാൾ നോയമ്പും 4 നാൾ ആരാധനയും കൊണ്ട് ആരാധിച്ച് തൻ്റെ കൽപ്പനയ്ക്കൊത്ത് ഏത് കുഞ്ഞുങ്ങൾ ജീവിക്കുന്നോ, ഏത് ഭവനമുണ്ടോ അവരുടെ എല്ലാ അന്ധകാരങ്ങളെയും ദൂരീകരിച്ചുകൊണ്ട് അവരാശിക്കുന്ന നന്മകളെ പ്രദാനം ചെയ്യുന്നുള്ളതിന് ഒരു ഉത്തമ സാക്ഷി കൂടിയാണ് ഈ ദാസൻ. കാരണം ഗുരുശിക്ഷ ബന്ധമെന്ന് പറയുന്നത് പരമാത്മാവുമായിട്ടുള്ള ബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ ബന്ധമാണ് നമുക്ക് നിത്യബന്ധം. ബാക്കി ഈ ലോകം കാണുന്ന ബന്ധങ്ങളെല്ലാം നമ്മൾ വിട്ടു പിരിഞ്ഞു പോകുമ്പോഴും ആത്മാക്കൾ തമ്മിലാണ് ബന്ധമുള്ളത്. ആ ആത്മാവിൻ്റെ ബന്ധം ഏതാണ്? നിത്യാനന്ദമായ വാഴ്ചയിലേക്ക് നമ്മളെ നയിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അവരോടൊത്തുകൂടി ഈ അനർത്ഥങ്ങളൊന്നുമില്ലാത്ത മായാപ്രഭാവമില്ലാത്ത നിത്യ വെളിച്ചത്തിൽ ആ നിത്യാനന്ദ വാഴ്ചയ്ക്ക് വേണ്ടി നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. പലവിധ കെട്ടുകഥകളും കാര്യങ്ങളും കേട്ടുകൊണ്ട് ആത്മാക്കൾ പലയിടത്തും ചുറ്റിത്തിരിയുന്നുണ്ട്. അതാണ് ഭഗവാൻ പറഞ്ഞ, അറിയാതെ കിടന്നിങ്ങ് ഉഴലുന്ന ഇഹവലയിൽ അറിയായ്മ തിരുത്തി കൃപ അരുളയണമേ ഗുരുവേ. അങ്ങനെ അഖിലാണ്ടം ചുറ്റി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആത്മാക്കൾ. എന്താണ്? സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി പോവുകയാണ്. അതിനെ നേർവഴി നയിക്കുവാൻ ഒരു സൽഗുരു ഉണ്ടോ എന്നുള്ളത് നാം കണ്ടുപിടിക്കേണ്ടതാണ്. ഒരു ഗുരുവിനെ തള്ളിപ്പറഞ്ഞ് വേറെ ഗുരുവിനെ പിടിച്ചിട്ട് കാര്യമില്ല. കാരണം ഗുരുവിൻ്റെ ഉപദേശം നമ്മെ നന്മയിലേക്ക് നയിക്കുവാൻ വേണ്ടി മാത്രമാണ്. കാരണം ഒരു ശുദ്ധ ഹൃദയമാണ് ഭഗവാന്റെ അധിവാസം ചെയ്യുവാനുള്ള സ്ഥലം. ആ ഒരു വാസസ്ഥലമാണ് ഭഗവാൻ മെനഞ്ഞെടുക്കുന്നത് നമ്മളെ. അപ്പം ജീവാത്മാവ് പരമാത്മാവിൻ്റെ ഹിതത്തിനൊത്ത് വന്നെങ്കിൽ മാത്രമേ ആ പടിയിലെത്തുന്നുള്ളൂ. നമ്മുടെ ഈ ലോകം മോഹമാകുന്നതെല്ലാം വെടിയുമ്പോൾ ആ ജീവാത്മാവ് പരമാത്മാവിലേക്ക് ബന്ധിക്കുന്നു. അതാണ് മോക്ഷത്തിനുള്ള അവസ്ഥയിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ആ മോക്ഷപ്രാപ്തിയിലെത്തിയ ആത്മാക്കളെല്ലാം വീണ്ടും അവർ കർമ്മം തുടർന്നുകൊണ്ടിരിക്കുന്നു. തൻ്റെ പരമ്പരകളെ ആ ആത്മാക്കളെ ഉദ്ധരിക്കുവാൻ വേണ്ടി വേറെ ശരീരം സ്വീകരിച്ചുകൊണ്ട് അവർ ഗുരുക്കന്മാരായി ഈ ഭൂതലത്തിൽ തന്നെ വാഴുന്നു. കാരണം മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത് ഏകത്വമായ ബോധം ഏവർക്കും ഒരുപോലെ ഏകിയെങ്കിലല്ലാതെ മോക്ഷം സിദ്ധമാകില്ലെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ആ പ്രാപ്തിയിലെത്തിയവരുടെ കർമ്മം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയാണ് സൽഗുരുക്കന്മാരുടെ ആ ഒരു ഒഴുക്ക് തന്നെ ഈ കലിയുഗത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഒരു പ്രദേശത്ത് മാത്രമല്ല, ഈ 7 ഭൂഖണ്ഡങ്ങളിലുമുള്ള ആത്മാക്കളെ ശുദ്ധീകരിച്ച് തന്നിലേക്ക് ലയിപ്പിക്കുവാൻ വേണ്ടിയാണ് താൻ അന്ത്യത്തിൽ ഈ ശിലാസ്ഥാപനം നടത്തിയത് ആദർശാശ്രമത്തിന് വേണ്ടിയിട്ട്. അത് മാന്നാർ കുട്ടമ്പേരൂർ ശ്രീ ശുഭാനന്ദ ആലയത്തിൽ ജന്മഭൂമിയിലാണ് ഗുരുദേവൻ ശിലാസ്ഥാപനം നടത്തിയിരിക്കുന്നത്. ആ ശിലാസ്ഥാപനം നടത്തിയിട്ട് ഏതാണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 8 ദിവസം മുൻപാണ് ആ ശിലാസ്ഥാപനം നടത്തിയിരിക്കുന്നത്. വർഷങ്ങൾ എത്ര കടന്നുപോയി. ആത്മബോധികളായി എത്രയോ ആത്മാക്കളുണ്ട്. തൻ്റെ ഇതിൻ്റെ ഉടമസ്ഥൻ നടത്തിവെച്ച ആ ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ വേണ്ടി ആത്മാക്കൾ ഇന്ന് പല തട്ടിൽ കിടന്ന് ഉഴലുന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിന് ശങ്കിക്കുന്നു? ഇതിൻ്റെ ഉടമസ്ഥൻ നടത്തി വെച്ചതാണെങ്കിൽ അതിനൊരു കാര്യമുണ്ട്, അതിനൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ആ ആശ്രമങ്ങൾ പലതുണ്ടെങ്കിലും ആദർശാശ്രമം ഒന്നേ ഉള്ളൂ. എന്തിനു വേണ്ടിയാണ്? ഏവരെയും
ശുദ്ധീകരിക്കുവാൻ വേണ്ടി ആ സ്ഥാപനത്തിൽ 10 ജനങ്ങൾ വരുമ്പോൾ അവരുടെ പടികളെല്ലാം അവിടെ വിസ്തരിച്ചിട്ടുണ്ട്. ആ പടിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ ഈ 7 ലോകവും അതിൻ്റെ വ്യവസ്ഥകളും ഒന്നൊന്നായി ഭക്തരിൽ ചേർക്കുവാനുള്ള പുണ്യസങ്കേതമാണ്. അവിടെ വെച്ച് മാത്രം പറഞ്ഞെങ്കിൽ മാത്രമേ ആത്മാക്കളിൽ ഫലവത്തായി തീരുന്നുള്ളൂ. അത് കണ്ടാണ് ഭഗവാൻ ആദർശാശ്രമം പണിതു വച്ചിരിക്കുന്നത്. അതിൽ ഈ ഇപ്പം അഭ്യർത്ഥനയാണ്, എല്ലാ ആശ്രമത്തിലും ഉള്ളവരോടും അഭ്യർത്ഥനയാണ്. ഗുരുവിൻ്റെ കർമ്മം ചെയ്യുവാൻ ഒത്തുചേരുവിൻ, സജ്ജനങ്ങളായി തീരുവൻ. സജ്ജനങ്ങൾ ഒത്തുചേർന്ന് ഈ സൽക്കർമ്മത്തിൽ ഭാഗഭാക്കാകി ഉടമസ്ഥൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നെങ്കിൽ അത് ഈ ജീവിതത്തിൽ അവർക്ക് കിട്ടുന്ന മഹാഭാഗ്യമായി തന്നെ കരുതണം. കാരണം നാം ആരും അന്യമല്ല, നാം അന്യമായി പോകേണ്ടതല്ല, ഭേദിച്ച് പോകേണ്ടതല്ല, മല്ലടിച്ച് പോകേണ്ടതല്ല. നാം മായയോട് യുദ്ധം ചെയ്യും. മായ എവിടെയാണ്? നമ്മിൽ തന്നെയാണ് മായാബന്ധം. കാരണം നമ്മളിലുള്ള മായാബന്ധത്തെ അകറ്റുവാൻ വേണ്ടിയുള്ള ഉപദേശങ്ങൾ മാത്രമേ ഗുരുക്കന്മാർ നമുക്ക് അരുളിച്ചേരുന്നുള്ളൂ. അത് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർമ്മമാണ്. അത് കർമ്മം ചെയ്യാതെ കിട്ടിയാൽ അത് ഫലമില്ലാതായി പോകും. കാരണം എല്ലാം കഴിയുന്ന ഭഗവാൻ ഒരു ഭക്തനെ വിളിച്ചാൽ കുഞ്ഞെ നിൻ്റെ മായ മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ മാറിപ്പോകും. പക്ഷേ അധ്വാനിക്കാതെ കിട്ടിയതായതുകൊണ്ട് വീണ്ടും അവൻ മായയിൽ ബന്ധിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്, നിന്നെ വീണ്ടെടുക്കുവാൻ വഴി നീ ഒഴിച്ച് നിനക്കാരുമില്ല. നിനക്ക് ഉപദേശം തരുവാൻ മാത്രമേ ഗുരുക്കന്മാരുള്ളൂ. ആ ഉപദേശം വഴി പോലെ ഏതാത്മാക്കൾ കേട്ട് ഗ്രഹിച്ച് പാലിക്കുന്നോ അവർക്കെല്ലാം നിത്യാനന്ദമായ പാതയിലേക്ക് യാത്ര ചെയ്യാമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പലവിധ കഥകളും കാര്യങ്ങളും ഒക്കെ കേട്ട് വളർന്ന് നമ്മൾ ഈശ്വരൻ ആരാണെന്നറിയാതെ അലഞ്ഞ് നമ്മൾ തന്നെ ഈശ്വരനെ തൊട്ട് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഗുരു കൽപ്പന എന്ന് പറയുന്നത് കൽപ്പാന്ത കാലം വരെ പാലിക്കേണ്ടതാണ്. ആ കൽപ്പനയിൽ കൂടിയാണ് നമുക്ക് അനുഗ്രഹം ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നഷ്ടമായി പോകുന്നതല്ല. ആ സത്യസ്വരൂപനോടൊത്ത് നിത്യാനന്ദമാകുന്ന വാഴ്ചയിലേക്ക് നമ്മളെ ആനയിക്കുകയാണ് ഭഗവാൻ. അതിലേക്ക് വേണ്ടി ഏവരും ഒരുക്കപ്പെടുമാറാകണേ. ഭഗവാനെ തേടി എങ്ങും ആരും അലയേണ്ട കാര്യമില്ല. ഭഗവാൻ പറയുന്ന, കുഞ്ഞെ നിന്നിൽ തന്നെ ഉണ്ട് ഞാൻ, നിന്നെ തൊട്ട് കാണിച്ച് ഉണർത്തിത്തരാനാണ് എൻ്റെ അവതാര ലക്ഷ്യങ്ങളെല്ലാം. അപ്പോൾ ഈ പഞ്ചഭൂതമാകുന്ന മനുഷ്യരീരത്തിനുള്ളിൽ 5 മഹാശക്തി ഏകോപിച്ച് പാടുന്ന ആ ദിവ്യ ജ്യോതിസ് അടിത്തറയിട്ടാണ് നിന്നിൽ സ്ഥാപിതമാക്കിയിരിക്കുന്നത്. നിന്നിൽ സത്യത്തിന് കോട്ടം വരുമ്പോഴാണ് നിന്റെ ആ ആത്മസ്വരൂപം മായാമറയ്ക്കുള്ളിൽ മറഞ്ഞു പോകുന്നത്. ശബ്ദം കേട്ട് ഗുരു കൽപ്പന പാലിക്കുമ്പോൾ ആ മായ മറമാറി ആ ദിവ്യ ജ്യോതിസ് നിന്നിൽ പ്രകടമാക്കുന്നു. അത് നിന്നിൽ തന്നെ കണ്ട് ബോധ്യമാക്കിയെങ്കിൽ മാത്രമേ ഭഗവാന്റെ മഹിമ, ഗുണങ്ങൾ, വിശേഷങ്ങൾ നിനക്ക് ബോധ്യമാകുള്ളൂ. അപ്പോൾ മാത്രമേ നീ ബോധവാനാകുന്നുള്ളൂ, ആത്മബോധികളാകുന്നുള്ളൂ. അല്ലാതെ മറ്റുള്ള ആൾക്കാരിൽ ഒരു ടാറ്റ, ബിർള, അംബാനി, അദാനിമാരെന്ന് പറയുന്നത് ശതകോടീശ്വരന്മാരാണെന്ന് ഒരു നിർധനൻ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ അവന് യാതൊരു ഫലം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ കഴിവുണ്ടെന്ന് പറഞ്ഞ് ആത്മാക്കൾ നടന്നുകൊണ്ട് എന്താണ് അവന് ഗുണം? അവനും ആ പടിയിൽ എത്തണമെങ്കിൽ ഗുരു കൽപ്പന പാലിച്ച് അനുദിനം ജീവിച്ച് മറ്റുള്ള ആർക്കും ദോഷം ഭവിക്കാതുള്ള ജീവിതം അവൻ കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ ഗുരുകൃപ അവനിൽ നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുകയും അവൻ ഗ്രഹിക്കുകയും ആ ഗ്രഹിച്ച തത്വം മറ്റിലേക്ക് പകർത്തു കൊടുക്കുവാനും സാധിക്കുന്നെങ്കിൽ ഇതിൽപ്പരം മറ്റൊരു പരോപകാരം എന്താണ് ഈ ലോകത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത്? ഗുരു അരുളി ചെയ്ത വചനങ്ങളല്ലാതെ നമ്മളിൽ നിന്ന് മറ്റെന്താണ് വരാനുള്ളത്? ഇപ്പോൾ ഗുരുവിൻ്റെ കൽപ്പന പ്രകാരം ഈ ദാസനിൽ ഇത്രയും പറയുവാൻ ഭഗവാൻ അനുവദിച്ചതിന് കോടാനുകൂടി നന്ദിയോടുകൂടി സ്തുതിക്കുന്നു. ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ് ഈ ജന്മഭൂമിയിലേക്ക് ഏവരും വന്നുകൊണ്ടുണ്ട് ഗുരുവിൻ്റെ കൽപ്പന പാലിച്ച് ഗുരുവിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെ പൂർത്തീകരിക്കുവാൻ ആത്മബോധികളായ നിഷ്കളങ്ക നിർമ്മലരായ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ ഏകോപിക്കുവാൻ വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ യാതൊരു ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല. ഏകത്വമായ ബോധമല്ലാതെ ഒന്നുമില്ല. ഇവിടെ എല്ലാം ഒന്നിൽ നിന്നുളവായതാണെന്നുള്ള ബോധത്വമാണ് ആത്മബോധം തെളിവാക്കുന്നത്. ആ ബോധത്തിൽ കൂടിയേ അതിൽ ചേരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആത്മമിത്രങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഈ ജന്മഭൂമിയിലേക്ക്. ഇത് കേട്ട് ഗ്രഹിക്കുന്ന ആത്മാക്കളെല്ലാം ഇത് ഒരു കാരണവശാലും ഇത് ഒരു തെളിവില്ലാ വാക്കായിട്ട് കരുതരുത്. ഇതെല്ലാം തെളിവിൽ കൂടി സംസാരിക്കുന്ന, അനുഭവത്തിൽ കൂടി സംസാരിക്കുന്നതാണ്. ഇത് സ്വന്തം സഹോദരങ്ങളോട് ആവശ്യമില്ലാതെ പരത്തേണ്ട യാതൊരു കാര്യങ്ങളുമില്ല. ഇതെല്ലാം അനുഭവമാണ്. വന്ന് ബോധ്യമായി അനുഭവപ്പെടുമ്പോൾ മാത്രമേ ഈ വചനങ്ങളെല്ലാം സത്യമായിരുന്നു ബോധ്യമാകുള്ളൂ. കാരണം നമ്മൾ വേഷം കിട്ടി ഒന്നും നടക്കേണ്ട. ഭഗവാൻ പറയുന്നു, കുഞ്ഞെ നിന്നിലുള്ള ദിവ്യ ജ്യോതിസ് പ്രകടമാകാൻ ഞാൻ തരുന്ന കൽപ്പനകൾ മാത്രം നീ പാലിച്ചാൽ മതി, നിനക്ക് നിന്റെ കൂടെ ഞാനുമുണ്ട് എന്നുള്ള ആ ശബ്ദം കിട്ടുന്നുണ്ടെങ്കിൽ എത്ര മഹാഭാഗ്യമാണ്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും ആ ഗുരുവിൻ്റെ ശബ്ദത്തിൽ കൂടിയാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. അത് വിശ്വാസമാകണം. വിശ്വാസമാണ് അടിയുറപ്പിക്കുന്നത്. ആ വിശ്വാസമാണെങ്കിൽ അനുഭവത്തിൽ കൂടി ആകണം വിശ്വാസം. ആ അനുഭവമാണ് നമ്മളെ നന്മയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഗുരുശിഷ്യ ബന്ധം ഒരു
കാലത്ത് നമുക്ക് വിട്ടുപിരിയാൻ മേലാത്തതാകുന്നു. അത് ഗുരുവിൻ്റെ ശാസനകളുണ്ടാകും. കാരണം നമ്മളിലുള്ള മായാബന്ധത്തെ അകറ്റുവാൻ വേണ്ടിയാണെന്ന് ഇപ്പോഴും ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം ആ ഗുരു ശബ്ദമാണ് നമ്മളെ പ്രഹരിച്ചു കൊണ്ടിരിക്കുന്ന മായാബന്ധത്തെ നമ്മളിൽ നിന്നും അകറ്റുവാനുള്ള ഒരു ആയുധം കൂടിയാകുന്നു, ഒരു ജ്ഞാനായുധമാകുന്നു. ആകയാൽ ഗുരുശിഷ്യ ബന്ധത്തിൽ വന്ന് ശിരസ വഹിച്ച് കൽപ്പന പാലിച്ച് ജീവിക്കുവാൻ ഏവർക്കും അവസരമൊരുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തി അങ്ങയുടെ ആ പാതാരബന്ധത്തിൽ ഏഴയായ ദാസൻ്റെ എളിയ വാക്കുകൾ സമർപ്പിക്കുന്നു. ശാന്തിയെ നൽകുന്നു. ശാന്തിയെ നൽകുന്നു. ശാന്തീസ്വരൂപനാണ് എന്നോട് ദൈവത്തെ. ശാന്തീസ്വരൂപനാണ് എന്നോട് ദൈവത്തെ. യുദ്ധത്തിൽ കണ്ടാരെ ആരാധിച്ചിടുക. യുദ്ധത്തിൽ കണ്ടാരെ ആരാധിച്ചിടുക. യുദ്ധത്തിൽ കണ്ടാരെ ആരാധിപ്പോർക്കല്ല. സാക്ഷാൽ ഭാഗവാനെ മനസ്സെ കണ്ടിടാ. മനസ്സാകുന്നു തന്നോട് പാലാഴി. പാലാഴിയിൽ പാവാൻ നിത്യം വാസിക്കുന്നു. ഒരേ സ്വർഗസുഖത്തെ താൻ നൽകുന്നു. നന്ദിയോടെ എപ്പോഴും അനുഭവ
അനുഭവിച്ചറിയുക അറിഞ്ഞാരാധിച്ചിടുക സോദരേ പാടുന്ന അടിയങ്ങളുടെ പരിശുദ്ധമുള്ള പരമതി നന്മയിലേക്ക് എത്തിച്ചേർക്കുവാൻ അങ്ങേ കൊണ്ടല്ലാതെ മറ്റാരും ഈ കാലം കലിയുഗത്തിൽ ദുരിതപ്പെട്ട് അലയുന്ന സന്താനങ്ങളെ നേർവഴിയിലേക്ക് നയിക്കുവാൻ അങ്ങേ കൊണ്ട് മാത്രമേ എവിടുത്തെ ആ ശബ്ദം കൊണ്ട് മാത്രമേ നേരെയാകുള്ളൂ കണ്ടറിയും ശുഭമായ രാജനത്തിൽ എത്തിച്ചേർക്കാൻ ശുഭാനന്ദൻ വീണ്ടും കൽക്കിയായി ജന്മഭൂമിയിൽ വാഴുന്ന ഈ വാഴ്ച സർവേശ്വര രോഗമെന്നറിയാൻ കാരണം അതേ കാണാൻ ഓടി നടക്കുന്ന എത്രയോ ജനങ്ങളുണ്ടെന്ന് കണ്ടറിയുന്നത് ഈ സത്യത്തെ നേരിക്കണ്ടറിയാൻ ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് കണ്ടറിയുന്ന പരിശുദ്ധങ്ങളും ജന്മപാപം കർമ്മദോഷം ജീവനാശം രോഗശാന്തി ഭൂതശാന്തി പാപശാന്തി നൽകി ആത്മാക്കളെ വീണ്ടെടുത്ത് ആനന്ദ ചെയ്യുവാൻ ഭഗവാൻ കലിയുഗത്തിൽ ജന്മഭൂമിയിലേക്ക് മാറി വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തെ കണ്ടറിയുന്ന പരിശുദ്ധ ആത്മാക്കൾ നിത്യേന വാടി സ്തുതിക്കുന്നു. അവർ ഐശ്വര്യരൂപത്തെ കണ്ട് പ്രാപിക്കുന്നു. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വീണ്ടും താൻ കലിയുഗത്തിൽ കൽക്കിയായിട്ട് അവതരിച്ച ആ തൃപ്പാദം ഈ സന്താനങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത്രയും സമയം ചിലവഴിച്ച് സർവശക്തി ഈ ആത്മീയ പ്രഭാഷണങ്ങളും കീർത്തന സങ്കീർത്തനങ്ങളുണ്ട് എല്ലാ ആധാരങ്ങളും മനസ്സിൻ്റെ ദുഃഖങ്ങളെല്ലാം ഒഴിച്ച് സന്തോഷത്തോട് കേട്ടുഗ്രഹിച്ച ആനന്ദ സഹോദരങ്ങളെ ഏവരെയും സർവീസിന് അനുഗ്രഹിക്കുമാറാണ് പ്രാർത്ഥിച്ചു. സമത്വ പാപറ്റ പാതാളത്തിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിച്ചത്. കാരുണ്യവാരിധേ അങ്ങല്ലാതെ ആരെയും കാണുവാൻ ഇല്ല വേറെ. ആനന്ദവത്സല ആത്മപ്രഭോ ആത്മാവിൻ തുള്ളിൽ
ശുഭാനന്ദമേ കാരുണ്യവാരിധേ